മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. കോമഡിയൊക്കെ പറയണം കേട്ടോ. കോമഡി പറയാൻ കാരണം നമ്മൾ എത്ര നമ്മൾ മുഖത്താണെങ്കിലും സ്കിന്നിനാണെങ്കിലും ചെയ്താൽ നമ്മൾ മാനസികമായിട്ട് ഹാപ്പി അല്ലെങ്കിൽ അത് ഒരുപാട് നമ്മുടെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യും. 1 2 ഇത് കളിക്കാൻ അറിയാൻ വയ്യെങ്കിൽ 1 2 1 2 ഇനി ഇങ്ങനെ പിടിച്ചേ. കാറ്റ് കൊട്ടേ, കാറ്റ് നിറയ്ക്കൂ, കാറ്റ് നിറയ്ക്കൂ, കാറ്റ് നിറയ്ക്കൂ. കമ്പനിയിൽ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം 2 തവണയായി അദ്ദേഹം എഴുതിയിരിക്കുന്നു, സംവിധായകരെ നോക്കിക്കോളൂ ഇദ്ദേഹത്തെ. തിരുവോണ നാളിലെ പൂനിലാവത്തെ തിരിവിളക്കാണു നീ മുത്തേ, തിരിവിളക്കാണു നീ മുത്തേ, തേവാരമൊരു വിടും തത്തേ. ഇപ്പൊ പറഞ്ഞെന്ന് അറിയുമോ, സബ്സ്ക്രൈബർ ആയിട്ടോ നിങ്ങൾ. ഞാനാ പറഞ്ഞു ഇപ്പോഴാണ് ഹീറോ, ഇപ്പൊ ഹീറോയാണ് ശരിക്കും പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ ചാനലിന്റെ സബ്സ്ക്രൈബർ ആണ്, ഫോളോവർ ആണ്. ആ കാലം മാറിയതേ, കാലം ഭയങ്കരമായിട്ട് മാറിപ്പോയി. നമസ്കാരം, ESP മീഡിയയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വിഷുവിനും ഈസ്റ്ററിനും പെരുന്നാളിനൊക്കെ ഒരുപാട് ഗസ്റ്റുകൾ നമ്മുടെ ചാനലിലൂടെ വന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ തിരുവോണ നാളിൽ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കലാലോകത്തിലെ മനോഹര ദമ്പതികളാണ് എന്ന് എന്നോടൊപ്പം ഉള്ളത്. അത് മറ്റാരുമല്ല, കിഷോർ വർമ്മയും ദേവി ചന്ദനയും. നമസ്കാരം. ഹൃദയം നിറഞ്ഞ ഹാപ്പിയാണ്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവോണ സമയത്ത്, ഓണത്തിന് അന്ന് ആരെ ഞാൻ കൊണ്ടുവരും എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് നിങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ഒരു ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ദമ്പതികളിൽ ഒന്നാണ് നിങ്ങൾ രണ്ടുപേരും. ഇപ്പം ഇബ്രു പറഞ്ഞ പോലെ ഈ ആരെ കൊണ്ടുവരും എന്നിങ്ങനെ ചിന്തിക്കുന്നത് ചില അമ്പലങ്ങളുടെ ഉത്സവത്തിന് ആരെയാണ് നിർത്തേണ്ടത്. ഇല്ല, അത് ഞാൻ അല്ല, കറക്റ്റാണ് പറഞ്ഞത്, സത്യമാണ്. ഞാൻ അതിൽ തന്നെ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള തനിമ, മലയാള സിനിമയ്ക്കും മലയാള തനിമ, അതായത് കലാരൂപത്തെയും അതുപോലെ ഇന്നും നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ദമ്പതികളാണ് നിങ്ങൾ രണ്ടുപേരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൃത്തരംഗത്ത് ഇന്നും വേറൊരു തലത്തിലേക്ക് പോവാതെ മലയാളത്തിനോട് അത്രമാത്രം ഇഷ്ടത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന നൃത്തം, മോഹിനിയാട്ടം ആയിക്കോട്ടെ, കുച്ചിപ്പുടി ആയിക്കോട്ടെ, ഭരതനാട്യം ആയിക്കോട്ടെ, കഥകളി ആയിക്കോട്ടെ, എന്ത് വേണോ ഇത് ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി. അതുപോലെ തന്നെ പാട്ട് പാടാൻ നേരത്ത് സെലക്ട് ചെയ്യണത് മലയാളം, എങ്ങനെയൊക്കെ മലയാളത്തിന്റെ അർത്ഥവത്തായിട്ടുള്ള പാട്ടുകളുണ്ടോ അത് ആദ്യം മുതൽ ഇത് പാട്ട് പാടാൻ തുടങ്ങിയ കാലം മുതൽ വന്ന് നിൽക്കും. ഈ പാട്ട് പാടാനൊക്കെ മേക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഇത് എന്താ ജാടിയാണ് പാടുന്നത്, ഇതാണ് കുറവ്. ഈ പാട്ട് പഠിക്കുമ്പോൾ ഒരു ചിരിയുണ്ട്. അപ്പൊ എല്ലാവരും ഭയങ്കര സൈലന്റ് ആയിട്ടാണ് ഇവിടെ നിൽക്കുകയും ചെയ്യും. ശരിക്കും വീട്ടിലും അങ്ങനെ തന്നെയാണോ? ചിരിക്കുന്ന ചിരി നോർമൽ ഇതാണ്. എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ശേഷം ഒരുപാട് ചിരി കൂടിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ചിരി കൂടി. റീലൊക്കെ അങ്ങോട്ട് വന്നതിന് ശേഷം ആൾ ഇത്തിരിയും കൂടി അങ്ങോട്ട് ഇപ്പൊ വേറെ ലെവലാണ്. ഇപ്പൊ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി എല്ലാ സംഭവങ്ങളും മൊത്തത്തിൽ വേറൊന്നുമില്ല, കാലത്തിനൊത്ത് മാറണം. അതിപ്പോ എന്തിപ്പം നമ്മളെ മലയാള തനിമയാണ്, അത് എല്ലാം ശരിയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ അപ്ഡേറ്റ് ആയില്ലെങ്കിൽ നമ്മൾ ഫീൽഡ് ചെയ്യുന്ന ഔട്ടാവും. എന്തൊക്കെ തനിമയാന്ന് പറഞ്ഞാലും. പക്ഷെ നിങ്ങൾ കൊണ്ടുവന്നത് ഒരേ വെറൈറ്റി ആണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാൻ, ലാലേട്ടന് നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് എന്താ പൊന്നെ, അത് എന്താ പറയാ, അതിലാ മുണ്ടൊക്കെ കൊടുത്ത് നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നും പറയാനില്ല, അടിപൊളി. ഞങ്ങള് കഷ്ടപ്പെട്ട് ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനല്ല, ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും ഈ റീല് കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ പറഞ്ഞു, റീല് നമ്മൾ ഇടുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ
പിന്നാമ്പുറ കാഴ്ചകൾ എന്നും പറഞ്ഞു റീലിട്ട് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ വൈറലാവണതല്ലേ. അതായത് നമ്മള് ഡാൻസ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് തല്ലുപിടുത്തമാണ്. അതായത് ഞങ്ങള് എപ്പോഴും ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പറയാം, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭയങ്കര ഡാൻസ് ഒന്നും പറയുമ്പോഴത്തേക്ക് പറയും പോകണോ, അതായത് ഞാൻ പ്രൊഫഷണൽ ഡാൻസർ ഒന്നും അല്ലല്ലോ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് ഹുക്ക് സ്റ്റെപ്സ് ഒക്കെ നല്ല സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ ഞാൻ പറയൂ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോയി പതുക്കെ പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ ഇത് 1 2 അത് താ പറയണം. പക്ഷേ ഇനി വേറൊരു ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇനിയുള്ള റീലുകൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അതിങ്ങനെ നമുക്ക് സൂം ചെയ്യാം. നമ്മൾ സൂം ചെയ്ത് ഓരോരുത്തർ ഫേസ് നോക്കണം. ഫേസ് നോക്കുമ്പോൾ ദേവിയുടെ ഫേസ് തിരിഞ്ഞ് പറയണല്ലേ. എനിക്ക് പണ്ടേ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും നമ്മളിതിങ്ങനെ നേരിട്ട് കാണുകയാണല്ലോ, നമ്മളിതിങ്ങനെ കേൾക്കുമല്ലോ. പണ്ട് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പണ്ട് നമ്മൾ ഈ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ ഒരു പപ്പറ്റ് ആയിട്ടൊരു ചേട്ടൻ വരുമായിരുന്നു നമ്മൾ ഷോയ്ക്ക്. അപ്പൊ പുള്ളിയുടെ കയ്യിൽ ഇങ്ങനെ പാവയുണ്ട്, സംസാരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, ഇത് എന്താണ് പരിപാടി എന്ന് ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, എന്താ ചേട്ടാ ഈ സംഭവം, ഈ പാവ എങ്ങനെ സംസാരിക്കുന്ന സംസാരം. അപ്പൊ പുള്ളി ഇപ്പൊ ഞാനിത് പറയണ എല്ലാവർക്കും ഇപ്പൊ അതിന്റെ ആ ഒരു അറിയാം. അന്ന് അങ്ങനെ ഇല്ലായിരുന്നു. ഇവരൊക്കെ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാവാറ്. പാവ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്, ഈ പുള്ളിയുടെ ലിപ്പ് മൂവ് ചെയ്യാതെ പുള്ളി അത് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുപോലെയാണ് ഇവിടെ ദേവി. കഴിഞ്ഞ ദിവസം ഒരു റീൽ കണ്ടോണ്ട് എന്നെ മാഷ് വിളിച്ചിട്ട് ക്ലാസിക്കലൊക്കെ പഠിച്ചു തുടങ്ങിയല്ലേ ഇത് എത്ര കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കണേന്ന് പറയാൻ. പൊന്നു മാഷ്, ഇത്രയും കൊല്ലമായിട്ട് എന്റെ പിള്ളേരെ പഠിപ്പിക്കാൻ എനിക്ക് ഇത്രയും പാടൊന്നായിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഒരു കാരണവശാലും നിർത്തരുത്. കാരണം വെച്ചാൽ നല്ല രസമാണ്. കാരണം വെച്ചാൽ എല്ലാവർക്കും കണ്ടിരിക്കാൻ പാടില്ല. പക്ഷെ ഇത് ചില ആൾക്കാർക്ക് അറിയാം. അതായത് ഞാൻ പണ്ട് സ്റ്റേജിൽ ഡാൻസ് കളിച്ചിരുന്നു. എന്നും പ്രൊഫഷണൽ ഡാൻസർ ഒന്നും അല്ല. ഞങ്ങള് ഏറ്റവും കൂടുതൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയാവുന്നത് കൊച്ചിൻ ഗിന്നസ് എന്ന ട്രൂപ്പിന്റെ CD. അന്ന് CD എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ആയ കാലമാണ് നമ്മൾ വെളിരാജ്യങ്ങളിൽ പോകുമ്പോൾ. അപ്പൊ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകാൻ പറ്റില്ല, ലിമിറ്റഡ് ആയിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ സമയത്ത് ഡാൻസ്, പാട്ട് പാടുന്നവർ ഡാൻസും കളിക്കും, ഡാൻസ് കളിക്കുന്നവർ മിമിക്രി കളിക്കും, എല്ലാ സ്കിറ്റും എല്ലാത്തിലും കേസ് പ്രസാദേട്ടൻ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത്. നമുക്ക് ഫീമെയിൽ സിംഗറെ കൊണ്ടുപോകാനുള്ള ബഡ്ജറ്റ് ഇല്ല, വളരെ ചുരുക്കണമെന്ന് പറഞ്ഞു ആർട്ടിസ്റ്റുകൾ വരുന്നത്. അപ്പൊ ദേവിയോട് ചോദിച്ചു, ദേവി പാടൂല്ലേ 2 പാട്ട് ഫീമെയിൽ ഒരു ഡിബറ്റ്, സോളോ ഒന്നും വേണ്ട, ഡിബറ്റ് പാടാം. അങ്ങനെ പാടിയിട്ടുണ്ട്. ഇങ്ങനെ ഡാൻസ് ശരിക്കും ഞാൻ ഡാൻസ് കളിക്കാൻ പഠിക്കുന്നത് ദിവ്യാവുണ്ണിയുടെ വീടിന് മുകളിലാണ്. ദിവ്യയുടെ വീടിന്റെ മുകളിൽ ഞങ്ങളുടെ മാഷ് വന്ന്, ഞങ്ങളുടെ സിനിമാറ്റിക്കിന്റെ മാഷ് രാജേഷ് ചേട്ടൻ മാഷ് ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. രാജേഷ് ചേട്ടനാണ് പഠിപ്പിച്ച് 2-3 സ്റ്റേജ്. പിന്നെ ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു മാഷ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ കൂടെ നിർബന്ധിച്ചിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമോ, കളിക്കണമെന്നൊക്കെ പറഞ്ഞ്, പിന്നെ പാട്ടല്ലേ അപ്പൊ എന്തായാലും ഒരു താളം ഉണ്ടാവുമല്ലോ, അങ്ങനെ കളിച്ച് തുടങ്ങിയതാ. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതീക്ഷിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു സാധനം. പക്ഷെ എല്ലാവരും ഭയങ്കരമായിട്ട് ചർച്ച തന്നെയായ ഒരു സംഭവമായിട്ടാണ് നിങ്ങളുടെ ഡാൻസ്. ശരിക്കും എല്ലാ ഫീൽഡിലും എവിടെ ചെന്നാലും അതങ്ങോട്ട് പറയാ എന്ന് പറയുന്നത്. ഇതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ആരും അറിയണില്ലല്ലോ. ആ വരുന്ന 30 സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു 40 സെക്കൻഡിന്റെ ആ ഒരു വീഡിയോ മാത്രമാണ് എല്ലാവരും കാണുന്നത്. ഇബ്രു പറഞ്ഞ പോലെ എന്നിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നു. സൈലന്റ് ആയിട്ടുള്ള സൈലന്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയ ഭയങ്കര സജീവമാണ്. ഇന്ന് റാപ്പ് സംഭവങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ടീഷർട്ട് ഇട്ടിട്ട് ഷർട്ട് ഇടാതെ പാട്ട് പാടുന്നു എന്നത്. പക്ഷെ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കി, ഈ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് പ്രായമൊന്നും ഇല്ലാത്ത ഈ വർഷങ്ങൾക്ക് മുമ്പ് ഇവര് കൊണ്ടുവന്ന ഒരു സംഭവമുണ്ട്. സമദ്, കിഷോർ വർമ്മ, അതുപോലെ തന്നെ പ്രദീപേട്ടൻ, അൻസൽക്ക, മനസ്സിലായിട്ട് ഇവര് വന്ന ഒരു സാധനം ഉണ്ട്, ഇളയനില എന്നും പറഞ്ഞോളൂ, ജീവൻ TV. അത് എനിക്ക് ഇവരാണ് ശരിക്കും അത് കൊണ്ടുവന്നേക്കണത്. ഇവരാണ് ആ റാപ്പ് സാധനം ഒക്കെ. സമതും പ്രദീപും എന്നൊക്കെ പറയുന്നത് അവരെ തകർത്തവർ. ഇവര് വന്നിട്ട് നല്ല നല്ല പാട്ടുകളും അങ്ങോട്ട് പാടും. പക്ഷെ അന്നും പെർഫോം ചെയ്യുന്നുണ്ട്, അന്നും പെർഫോം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ അതിന്റെ ആ പെർഫോമൻസിന്റെ കൂടെ ഇവിടുന്നുള്ള ഒരു തള്ളു അഴക് കൂടി അങ്ങോട്ട് വരാണ്. കിഷോറിന്റെ കസിൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 19 വർഷം. ഞങ്ങള് ഈ അടുത്തൊരു ഗെറ്റ് ടുഗദറിന് പോയിരുന്നു. അപ്പം കിഷോറിന് വളരെ കുഞ്ഞിലെ തൊട്ട് അറിയുന്നവരാണ് എല്ലാവരും, അവിടെ അവരുടെ ഫാമിലി തന്നെയാണ്. അപ്പൊ അവിടുത്തെ ചേച്ചിമാര് വന്ന് പറഞ്ഞു,
അയ്യോ ദേവി ഞങ്ങൾ സമ്മതിച്ചു കേട്ടോ, ഇങ്ങനെ മാറ്റി. അല്ല എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അതാണ്. താങ്ക് യു. ഇത്രയും കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞു എത്രയോ കുഞ്ഞു മക്കളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഈ വീട്ടിലുള്ള ഒരാളെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇങ്ങനെ ചെയ്ത് ഭയങ്കര സന്തോഷം. കാലത്തിനനുസരിച്ച് പഠിപ്പിക്കാൻ പാടാ. കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കാൻ നല്ല മുതുക്കന്മാരെ പഠിപ്പിക്കാൻ പാടാ. പക്ഷെ വേറൊരു കാര്യം, നേരത്തെ ചെയ്തിട്ടുള്ളത് കൊണ്ട് പറഞ്ഞ ഇപ്പൊ നമ്മൾ തെറ്റിക്കുമ്പം ഇവിടെ എവിടെയാ തെറ്റിയെന്ന് അറിയാൻ വയ്യാത്തൊരാളെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പാടായിരിക്കും. ഞാൻ നമുക്ക് അതിപ്പം ഇവർ പറഞ്ഞ പോലെ പാട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് പറ്റുന്ന, അതായത് എന്റെ ശബ്ദത്തിന് എനിക്ക് പാടാൻ പറ്റുന്നതുമായിട്ടുള്ള പാട്ടുകൾ മാത്രമേ കൈവയ്ക്കാറുള്ളൂ. അതുപോലെ ഡാൻസ് ഇപ്പം വിജയ് ഒക്കെ ചെയ്യുന്ന പോലെ തറയെന്ന് പൊങ്ങി കറങ്ങി അടിക്കാനൊന്നും നമുക്ക് പറ്റൂല. നമുക്ക് അത്യാവശ്യം ചെറിയ മൂവ്മെന്റ്സ്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും കൊണ്ടാട്ടം നോക്കിയപ്പോഴത്തേക്കും ലാൽ സാറിന്റെ ആ ഒരു മൂവ്മെന്റ് വളരെ നാച്ചുറൽ ആയിട്ട് അദ്ദേഹം പണ്ട് മുതലേ ചെയ്യുന്ന, എന്നാൽ ഭയങ്കര പാടുള്ള സ്റ്റെപ്പ് അല്ല, പക്ഷെ അത് കുറച്ച് അദ്ദേഹം ചെയ്യുമ്പോ അതിനൊരു ബ്യൂട്ടി കൂടുതലാണ്. ഭയങ്കര പാടുള്ള സ്റ്റെപ്പ് ഒന്നും അല്ലത്. അത് നോക്കിയപ്പോ എന്നാ കൊള്ളാം, ഇത് കളിക്കാം, കുഴപ്പമില്ലാതെ. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ ഡാൻസ് ഓക്കെ, പാട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങൾ റീല് ചെയ്യുന്നുണ്ട്, ആക്ടിങ് ചെയ്യുന്നുണ്ട്. അതും പറയാൻ പറ്റൂല. അതിന്റെ പിന്നാമ്പുറം രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയേക്കാണ്. എനിക്കതല്ല, എനിക്ക് ചിരി വന്ന ഒരു ജ്വല്ലറിയുടെ ഒരു ആഡ് ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തേക്കണേ, എന്ത് രസമായിട്ടാണ് ചെയ്ത് വെച്ചേക്കണ. അത് നമ്മുടെ ഈ റീൽസ് ഇടുമ്പോ അതിന്റെ താഴെ കമന്റ് വരുമല്ലോ. കമന്റ് വരുമ്പോ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം 2 തവണയായി അദ്ദേഹം എഴുതിയിരിക്കുന്നു, സംവിധായകരെ നോക്കിക്കോളൂ ഇദ്ദേഹത്തെ. ഏതില്ല, മൊത്തത്തില് ചേഞ്ച് ആയ ആള്, മൊത്തത്തില് ഇപ്പൊ മൊത്തം ഭയങ്കര. സാധാരണ മുമ്പിൽ നിന്നൊക്കെ നമ്മൾ പറയുന്ന ഈ പറയുന്ന CD ഒക്കെ ഞാനും മേടിച്ച് ഇട്ട് കാണും. ഇവരുടെ UK പ്രോഗ്രാം, അതായത് വേൾഡ് ടൂറൊക്കെ പോകുന്ന സമയത്തൊക്കെ ഉള്ള ഇത് കാണാന്ന് പറയുന്നത് ആകെ 4 പേരേ ഉള്ളൂ. ഒരു 8 സ്റ്റേജിങ്ങിലും ഉണ്ടാവും. 8 സ്റ്റേജിൽ 8 ഷർട്ടായിരിക്കും ഇടുന്നത്. ആൻഡ് ഒരു പാട്ടിൽ തന്നെ ഈ 8 ഷർട്ടും കാണിക്കും, മാറ്റിയും തിരിച്ചും മറിച്ചൊക്കെ ആയിട്ട്. പ്രസാദേട്ടൻ അത് ഭയങ്കര ഇതായിട്ടാണ് അത് കാണിക്കുന്നത്. 8 സ്റ്റേജിലെ ആംബിയൻസും ഒരു പാട്ടിൽ തന്നെ ഫുള്ളി. അത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണെന്നറിയോ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഒരു ഷോയില് തന്നെ വന്നേക്കണത്. പക്ഷെ അത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണെന്നറിയാമോ പ്രസാദേട്ടൻ? ആ ഒരു സംഭവം ഇവരുടെയൊക്കെ സ്കിറ്റ്. ഞങ്ങൾക്ക് അതിലൊരു മസാല മിക്സ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ്, ലാസ്റ്റ് ക്ലൈമാക്സ് ഒരു 10-15 പാട്ട് അങ്ങനെ ഇപ്പൊ റീൽസ് വന്നേക്കുന്നത്. എല്ലാ പാട്ടിന്റെയും മിക്സ് ചെയ്തിട്ട് ഗാനമേളക്ക് ഇപ്പൊ ചെയിൻ സോങ് പാടൂലേ, അതാണ് ഈ മസാല ഡാൻസ് ഉൾപ്പെടെ. ഡാൻസ് ആണ് ഈ 15 പാട്ടുണ്ടെങ്കിൽ 15 പാട്ടിനും ഡ്രസ് ചേഞ്ച് ചെയ്യും. അപ്പൊ ഈ ഒരു പാട്ട് ചിലപ്പോ 1 മിനിറ്റ് പോലും ഉണ്ടാവില്ല. പക്ഷെ ആ മിനിറ്റ് കഴിഞ്ഞ് അടുത്ത 2 പേര് വന്ന് ആ ഡാൻസ് പോകുമ്പോഴത്തേക്ക് ആ 30 സെക്കൻഡിന്റെ ഡ്രസ് ചേഞ്ച് ചെയ്താൽ ഞങ്ങൾ വന്നേ. ഞങ്ങള് ഷോസ് കഴിഞ്ഞിട്ട് പുറത്ത് നമ്മുടെ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഞങ്ങളോട് ആന്റിമാരൊക്കെ ചോദിക്കും, ഞങ്ങൾ ഇവിടെ ഇന്ന് വൈകിട്ടത്തെ പരിപാടിക്ക് ഉച്ചയ്ക്കേ ഞങ്ങൾ സാരി പെട്ടെന്ന് പട്ടയം കൊണ്ടിട്ട് വരുന്നു, അത് സാരി കൊടുത്തു വരുന്നു, പിന്നെ ഡാൻസിന്റെ ജീൻസ് ഇട്ട് വരുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഇത് ഒട്ടിച്ചു വെക്കുവാണോ എല്ലാം മാറ്റി മാറ്റി ഞാൻ പറഞ്ഞു അതൊക്കെ മാത്രമേ പറ്റത്തുള്ളൂ, അത് കൊച്ചിൻ ഗിന്നസിന്റെ മാത്രം ട്രേഡ് മാർക്കാണ്. അല്ല, അപ്പൊ അങ്ങനെ ഒരു സ്കൂളിൽ പോയി പഠിച്ചത് കൊണ്ട് കുറെ ഗുണങ്ങളുണ്ട്. നമ്മൾ പഠിച്ച സ്കൂളിന്റെ ഒരു ഗുണം ഉണ്ടാവുമല്ലോ, അത് തീർച്ചയായിട്ടും ഉണ്ട്. ചേച്ചി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 50ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിന് മേളിൽ അതിൽ കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ക്യാരക്ടറായിട്ട് നല്ല ഒരുപാട് വേഷങ്ങള് മലയാളികൾക്ക് തന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ. ഇന്ന് ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അമ്മയുടെ പരിപാടിക്ക് വന്നപ്പോ ചേച്ചി നടന്നു വന്നിട്ട് എല്ലാവരും നടന്നു വന്ന റീലുകൾ എല്ലാവരും ഉണ്ട്. പക്ഷെ എല്ലാവരും മ്യൂസിക്കിൽ ചിലപ്പോൾ ആ ലൈവ് സൗണ്ട് ഒക്കെ വന്നെ. ചേച്ചി വരുന്ന എല്ലാ ഇതും സുന്ദരി എന്നും പറഞ്ഞുകൊണ്ടും തട്ടത്തിന്നും പറഞ്ഞുകൊണ്ടും അങ്ങനെ ഭയങ്കര റിച്ച് ആക്കിയിട്ട് ഇൻസ്റ്റ എടുത്ത് നോക്കി അറിയാൻ പറ്റും, അതേപോലെ യൂട്യൂബ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഇപ്പോഴും അതുപോലെ തന്നെ ഈ സൗന്ദര്യത്തിന്റെ ഒക്കെ രഹസ്യം ഒന്നുമില്ല. നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനും സൗന്ദര്യത്തിന് ഇല്ലാതെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മെയിൻറ്റെയിൻ ചെയ്യാറില്ല. എന്നാലും കുറെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ ചിലപ്പോ അത് മാറ്റി വരയ്ക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് എന്താ പറയാ, നമുക്ക് കെമിക്കലി അല്ലെങ്കിൽ നമുക്ക് പ്രോഡക്ട്സുകൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ
പിരികയില്ലാത്തവർക്ക് മൈക്രോബ്ലേഡിൽ നിന്ന് മുടിയില്ലാത്തവർക്ക് മറ്റേ വെച്ച് പിടിപ്പിക്കുന്ന അങ്ങനെ ഒരുപാട് നമുക്ക് കണ്ടീഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ ഞാൻ ബേസിക്കലി നമ്മൾ ഇത് പറഞ്ഞ പോലെ മേക്കപ്പ് ഇത്രയും കൊല്ലമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ല പ്രോഡക്ട്സ് ഉപയോഗിക്കുക, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യും. കാരണം വീട്ടിലാണെങ്കിലും നമ്മൾ അത് നോക്കണമല്ലോ. കാരണം മുഖമാണ് നമ്മൾ പ്രേക്ഷകർ കാണുന്നത്. അതിനെന്തെങ്കിലും പറ്റിയാൽ വലിയ ബുദ്ധിമുട്ട് ഉള്ളിടത്തോളം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരുപാട് പോകാതെ പറ്റുന്ന രീതിയിൽ നമുക്ക് വലിയ ഡാമേജ് ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ വൈബ് തന്നെയാണ്. പോസിറ്റിവിറ്റിയാണ് നമ്മളുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. കാരണം നമ്മൾ എത്ര നമ്മൾ മുഖത്താണെങ്കിലും സ്കിന്നിനാണെങ്കിലും ചെയ്താൽ നമ്മൾ മാനസികമായിട്ട് ഹാപ്പി അല്ലെങ്കിൽ അത് ഒരുപാട് നമ്മുടെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യും. എനിക്ക് ബേസിക്കലി ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ കൂടെ ഇരിക്കുന്ന അറ്റ്മോസ്ഫിയറിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞു തീർക്കുക, കഴിഞ്ഞു. അല്ലാണ്ട് അയ്യോ എൻ്റെ അമ്മ അങ്ങനെ ഇരുന്ന് അങ്ങനെ ഡിപ്രഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മുഖത്തും കാണും. എനിക്ക് തോന്നുന്നത് അതാണ്, മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം എന്നെത്താനും സൗന്ദര്യം വരും. ഞാൻ ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഈ വരുന്ന സമയം വരെ എനിക്ക് ചേച്ചിയിൽ നിന്നും ഒരു നല്ലൊരു നർത്തകിയാണെന്നറിയാം, ഒരു ആക്ടർ ആണെന്നറിയാം, പിന്നെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടുമെന്ന് അറിയാം, അതുപോലെ തന്നെ അഭിനയം എല്ലാം ഉണ്ടെന്നറിയാം. ഒരു മോട്ടിവേറ്റർ ആണെന്ന് ഞാൻ ഇപ്പോഴും അറിയണത്. കാരണം അതുപോലെയാണ് അത് പറഞ്ഞു തന്നത്. ഒരാളുടെ ഇത് കേൾക്കുന്ന എത്രയോ പേർക്ക് ഈ ഒരു സംഭവം ഉണ്ടാവും. കാരണം എപ്പോഴും പറയുന്ന കാര്യം, കാരണം എനിക്ക് ബേസിക്കലി അപ്പൊ എല്ലാവരും ചോദിക്കും എപ്പോ ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന സങ്കടപ്പെടാറില്ലേ. ഞാനും മനുഷ്യനല്ലേ, അങ്ങനെയല്ല, നമുക്കും ദേഷ്യം വരാറുണ്ട്. പക്ഷെ പെട്ടെന്ന് നമ്മൾ റിക്കവർ ചെയ്യാം. കാരണം നമുക്കിതൊരു ബാഗേജ് ആയിട്ട് നമ്മൾ ഇപ്പൊ നമ്മുടെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്ന ഞങ്ങള് ഒരു സെറ്റ് ബാക്ക് വന്ന് കോവിഡിന്റെ സമയത്താണ്. എല്ലാവർക്കും ആയിരിക്കും. കാരണം ആ സമയത്ത് നമുക്ക് പ്രോഗ്രാംസ് ഇല്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമുക്ക് ഇൻകം ഒന്നുമേ ഇല്ല. എല്ലാം സ്റ്റോപ്പ് ആയ ഒരു സമയമാണ്. എല്ലാം സ്റ്റോപ്പ് ആയതിന്റെ കൂടെ ഞങ്ങൾക്ക് കോവിഡ് വന്ന് അഡ്മിറ്റ് ആയി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പൊ ആ സമയത്തും പക്ഷേ ആ സമയത്ത് ഞങ്ങൾ കോവിഡ് സമയത്ത് അഡ്മിറ്റ് ആയിട്ട് ഫസ്റ്റ് ഡേ അഡ്മിഷൻ ഞങ്ങൾക്ക് എഴുതി ഇവരെ വാർഡിലോട്ട്, മറ്റേ കോവിഡ് വാർഡാണല്ലോ, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളെ റൂമിൽ കയറ്റിയപ്പോൾ തന്നെ ഞങ്ങൾ ലൈവ് യൂട്യൂബ് ലൈവ് ഫോണൊക്കെ എടുത്ത് നിങ്ങൾ ലൈവ് പോകുന്നു ഹോസ്പിറ്റലിൽ വന്ന. അല്ല, പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ആ സമയത്ത് ഭയങ്കര സെറ്റ് ബാക്ക് ആയിരുന്നു. അയ്യോ നമ്മൾ എന്ത് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, പിന്നെ സോഷ്യൽ മീഡിയ കുറച്ചും കൂടെ ആക്റ്റീവായി. മറ്റേ നമുക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ നമ്മുടേതായിട്ടുള്ള ക്ലാസ്സുകൾ, ഷൂട്ടിങ്, ഷൂട്ട് പ്രോഗ്രാം ആയിട്ട് സമയം കുറച്ച് നമുക്ക് ടൈം കുറച്ച് കിട്ടി. കാര്യം പൊതുവെ എല്ലായിടത്തും പ്രോഗ്രാംസ് കുറഞ്ഞു, ഷൂട്ട് കുറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ കാര്യത്തിലേക്ക് വന്നത്. അപ്പൊ എനിക്ക് തോന്നി ശരിയാണ്, നമ്മൾ എന്തിനാ മടിച്ചു നിൽക്കുന്നത്. നമ്മളൊരു സെറ്റ് ബാക്ക് വന്നു, അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വന്നു, പെട്ടെന്ന് ഓവർകം ചെയ്യാം. അല്ലാണ്ട് അയ്യോ അമ്മയെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അതല്ലേ, ഇതിപ്പോ ഇവരുടെ നിങ്ങളുടെ റീലൊക്കെ കാണുമ്പോൾ അതിൽ കുറെ കമന്റുകളൊക്കെ വരാറുണ്ട്. ഇവരെ എവിടെന്ന സമയം കിട്ടുന്നത്, എങ്ങനെയാണ് ഞങ്ങൾക്കൊന്നും പറ്റണില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഇതെല്ലാം നടക്കും, ഉറപ്പാണ്. അതിന് ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന രണ്ടുപേരും. സമയം എന്ന് പറഞ്ഞ ബ്രോ, ഞാൻ എപ്പോഴും പറയും, നമ്മളെപ്പോഴും എക്സ്ക്യൂസസ് കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ എന്ത് ഇന്ന് തൊട്ട് ഡയറ്റ് ചെയ്യാം. എനിക്കൊക്കെ പണ്ട് തൊട്ട് പറയുന്നൊരു കുഴപ്പം, ഞാൻ കുറച്ച് മടിച്ചായിരുന്നു, ഇപ്പൊ അല്ല കേട്ടോ. നാളെ ആവട്ടെ, നാളെ തൊട്ട് എണീക്കുമ്പോഴേ പൊളിയും, ഇന്ന് പോട്ടെ, ഉച്ച തൊട്ട് എവിടെ ഉച്ചയും കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ്. അപ്പൊ നമ്മളപ്പോ എന്താ എക്സ്ക്യൂസസ് കണ്ടെത്താണ്. അപ്പൊ നമ്മള് വേണമെന്ന് വെച്ചാൽ അത് ചെയ്യാൻ നമുക്ക് ഒരൊറ്റ ഇതേ ഉള്ളൂ, നമ്മുടെ മനസ്സിലാക്കി തീരുമാനിക്കാം. ഇല്ല ഇനി എന്തുവാ, മഴയാണോ സാറില്ല, അപ്പൊ അങ്ങനെ വിചാരിച്ചപ്പോ എന്താ അറിയോ, നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ, ഇപ്പൊ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഇന്നേ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും ചോദിക്കും സ്കൂൾ ഡാൻസ് ക്ലാസ്സിൽ പോകണോ, അല്ലെങ്കിൽ അഭിനയിക്കാൻ പോകണോ, അതിന്റെ ഡബിങ്ങിന് പോകണോ, പിന്നെ അവിടെ ട്രാവലിങ്ങിന് പോകണോ, പിന്നെ വീട്ടിലെ കാര്യം നോക്കാം. എനിക്ക് സെർവൻസ് അങ്ങനെ ഭീകരമായിട്ടൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും കാര്യങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുള്ളൂ. അപ്പൊ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ എങ്ങനെ ഇത് കുറേ സമയം എടുക്കില്ല. ഞാൻ പറഞ്ഞില്ല, കുറെ സമയം എടുക്കില്ല. ചിലപ്പോ കാണുമ്പം കിഷോർ ചിലപ്പോ ഇടയ്ക്ക് വരപ്പാണ്, ഞാൻ തൂത്തുവാരുന്നത് ഇന്നിപ്പോ കൂടെ തൂത്തുവാരി. ഇതുണ്ടല്ലോ, ശരിക്കും നമുക്ക് ഇപ്പം ഇപ്പൊ റീലാണെങ്കിലും ഇതെന്താണെങ്കിലും ഇതൊരു അഡിക്ഷന്റെ ഒരു ഭാഗം കൂടെയാണ്. നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഞാൻ ചോദിക്കാം, എത്ര പേർക്ക് ഫോണില്ലാതെ നമുക്ക് കുറച്ച് എവിടെയെങ്കിലും ചെന്നിരുന്നാൽ പോലും നമുക്ക് സമയം കാണിക്കും, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കും. എനിക്ക് മൊബൈൽ ഇല്ലെങ്കിൽ പറ്റൂല, അത് നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം
അതിനൊരു എന്താ പറയണ്ടേ, നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു റൂട്ടിലോട്ട് വീണ് കിട്ടിയാലുണ്ടല്ലോ, ഇപ്പൊ അത് ചെയ്യാൻ സമയം എങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നു എന്നൊക്കെ. ഇതൊരു റൂട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ആ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ റോഡിന്റെ തിരക്കിലേക്ക് പോവും. കാര്യം അത് നമ്മളൊരു പാട്ട് ഇടുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഒരു റീൽ ഇട്ട് കഴിഞ്ഞാൽ എത്ര നമ്മൾ നോക്കുകയാണ്, പിന്നെ എത്ര പേര് കണ്ടു, എന്താ ലൈക്ക് കമന്റ്സ്, ഈ ലൈക്ക് ഒക്കെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. സത്യം. ഞാൻ എപ്പോഴും ഞങ്ങള് യൂട്യൂബിൽ തുടങ്ങിയ സമയം എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. കാരണം എനിക്ക് ഈ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് പെട്ടെന്ന് ഞാൻ അപ്സെറ്റ് ആയി പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ആഴ്ചക്ക് ഭയങ്കര പോസിറ്റീവ് ചെറിയ കാര്യം ഞാൻ പെട്ടെന്ന് അപ്സെറ്റ് ആകും, ഡൗൺ ആയി പോകുന്ന ഒരാൾ. പക്ഷെ ഇത് യൂട്യൂബ് തുടങ്ങാന്ന് ഇങ്ങനെ പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ടാണ്, ലെവൻഡർ മീഡിയ ആണ്, അവര് നമ്മളെ അപ്രോച്ച് ചെയ്തത്. അപ്പൊ ഞാൻ ആദ്യം ഒരു ഓടിച്ച, പിന്നെ വേറെ പണിയൊന്നുമില്ല, അപ്പൊ ചൂടുന്ന കാര്യമൊക്കെ വീട്ടിലെ കാര്യമൊന്നും എനിക്ക് പറയാം. കുറെ നാളുകൾക്ക് മുമ്പ് ഓടിച്ചിട്ടാ. പക്ഷെ കോവിഡ് വന്ന സമയത്ത് നമുക്കൊരു ഇത് വന്നപ്പോ എന്തെങ്കിലും ചെയ്യണ്ടേ, അപ്പൊ ഞങ്ങളായിട്ട് അങ്ങോട്ട് പറഞ്ഞു നമുക്ക് ഇന്ന് ഇത് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തുടങ്ങി. ഞാൻ പറഞ്ഞു എന്തെങ്കിലും മോശം നമുക്ക് പറ്റില്ല, എനിക്കത് സങ്കടമാണ്. കാര്യം നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല, അങ്ങനെ ശീലിച്ചിട്ടില്ല. കാര്യം ഈ പബ്ലിക് നമ്മളിപ്പോ ഒരു പെർഫോം ചെയ്യുമ്പോൾ, ഒരു സ്റ്റേജ് ഷോ പെർഫോം ചെയ്യുമ്പോൾ കൂടി വന്നാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആൾക്കാർ എഴുന്നേറ്റ് പോവും, അല്ലെങ്കിൽ ഇത് നമുക്കറിയാം. പക്ഷെ സോഷ്യൽ മീഡിയയിൽ എന്തും പറയാം, നമുക്കൊരു ഒരു ഫിൽട്രേഷൻ ഇല്ലാതെ ഒന്നുമില്ല. മറ്റേന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറിന്റെ പരിപാടി തീരെ നോക്കില്ല. അവർക്ക് ഇഷ്ടമുള്ളവരെ എനിക്ക് പോവാ, എന്ത് വേണമെങ്കിലും അടുത്ത ഷോയ്ക്ക് അവിടെ തന്നെ എടുക്കണ്ട കേട്ടോ എന്ന് പറയും. ഇത് അങ്ങനെയായിരുന്നു, ഇപ്പൊ അതല്ല. ഇന്ന് അവിടെ കിടന്ന അവിടെ കിടക്കും. ഇതുപോലെ നമുക്ക് അതൊരു മായ്ക്കാൻ പറ്റാത്ത ഒരു ഇതായിട്ട് ഇരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് മോശം വരികയാണെങ്കിൽ ഞാൻ നിർത്തുട്ടോ വിജിൽ എന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ഒരു വീഡിയോ ഇടുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ആ ആഴ്ച തന്നെ നമ്മള് ഭയങ്കര പോസിറ്റീവ് കമന്റ്സ് വന്നു. അപ്പൊ ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. ചിലപ്പോ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യാറുണ്ട്, ചിലപ്പോ ഒന്ന് ഒരു ഹാർട്ടോ ഒരു തമ്പോ ഒക്കെ ചിലപ്പോ നമ്മളൊരു. പക്ഷെ ചില ആൾക്കാർ ഇരുന്ന് ഓരോ നമ്മളിടുന്ന ഡ്രസ്സുകളായാലും അല്ലെങ്കിൽ നമ്മളിപ്പോ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആയാലും കമന്റ്സ് ആയാലും ഇവർ പറഞ്ഞ പോലെ കമന്റ്സ് നോക്കുമ്പോ ദൈവമേ ഇത്രയും സമയം അവര് നമുക്ക് വേണ്ടി തീർച്ചയായിട്ടും അതൊരു ചെറിയ കമന്റ് ഇടുന്നത്, അത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമന്റ് ഇടുന്നത്. ആ സമയം ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം ഒരാള് നമ്മൾ പല ആൾക്കാരുടെയും റീല് കാണുമ്പം കഴിവില്ലാത്തവരുണ്ട്, കഴിവുള്ളവരുണ്ട്. ഞാൻ പറയട്ടെ, ഇത് ആരും നിർബന്ധിക്കുന്നില്ല. സത്യം, നമ്മൾ കാണണമെന്നോ കമന്റ് ചെയ്യണമെന്നോ നിർബന്ധിക്കുന്നില്ല. നമ്മൾ എന്തിനാണ് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരെ കാണാതിരിക്കുക. അതിന്റെ താഴെ പോയി എന്തിനാ കമന്റ് ചെയ്യണം? കഴിവില്ല, അവർ ചെയ്യട്ടെ, അവർക്ക് പാടാൻ ആഗ്രഹമുള്ള എത്ര ആൾക്കാരുണ്ട്. ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ഫിൽട്ടർ ഒന്നുമില്ല, നമ്മുടെ സ്വന്തം ഇതിലായി നമ്മളങ്ങ് പാടിയിടുകയാണ്. അതിന് ആർക്കാണ് എന്താണ് എന്താ ബുദ്ധിമുട്ടിക്കുന്നത്? ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇപ്പം പല ആൾക്കാരും ചോദിക്കാറുണ്ട്, സീരിയലിന്റെ കാര്യം പറയുമ്പോൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ, സീരിയൽസ് നിങ്ങളുടെ സീരിയൽ ഇപ്പൊ നമ്മള് പോകുമ്പോൾ കേൾക്കുന്നുണ്ട്, നന്നായിക്കണം നിങ്ങളുടെ സീരിയൽ. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ വീട്ടില് റിമോട്ട് ഇല്ലേ? ചാനൽ സഫാരി ചാനല്, ഡിസ്കവറി ചാനൽ എടുത്തിട്ട് കാണ്, എടുത്തങ്ങ് മാറ്റിയിട്ട് കാണ്. അത് പറ്റൂല, ഇത് കാണുകയും ചെയ്യണം. ഞാൻ പറയും ഇതിന്റെ പിന്നിൽ ഇപ്പം ഈ സീരിയലിനെ പറ്റി പറയുമ്പോഴത്തേക്കും പറയും നിങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്നവരായതുകൊണ്ടാണ് നിങ്ങളത് പറയണത്. ഞങ്ങൾ മാത്രമല്ല, ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാർ എന്നെ ജീവിക്കുന്നുണ്ട് ആ ഒരു സീരിയൽ എന്ന് പറഞ്ഞൊരു മേഖല സിനിമയാണെങ്കിൽ. അപ്പം ഒരുപാട് പേര് ആവശ്യമില്ലാത്തതും കാണണ്ട, ഇത്രേ ഉള്ളൂ. എല്ലാം അതാണ്. കാരണം ഇപ്പൊ നമ്മളൊരു ഫിംഗർ ടച്ചിൽ നമുക്ക് എല്ലാം അവൈലബിൾ ആണ് അല്ലെ? ഒരൊറ്റ സ്ക്രോളില് വേണ്ട ദേവിചന്ദ്രൻ വേണ്ട, ഇവരുടെ കാണണ്ട, വേണ്ട. പിന്നെ അത് മാത്രമല്ല, ഒട്ടും കാണണ്ടെങ്കിൽ ബ്ലോക്കും ചെയ്യാം. അവർക്ക് അത് വരെയുമില്ല, എല്ലാ സൗകര്യവും ഉണ്ട്. ഇത്രയും നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സാധനത്തിൽ എന്നാ ആദ്യം എടുത്ത് നോക്കാൻ ഇരിക്കുകയായിരിക്കും, ഇന്ന് എന്തായിരിക്കും വന്നേക്കണേ എന്നറിയാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ ഒരു തരിപ്പ് പോലെയാണ്. താങ്ക്ഫുൾ ആണ് കേട്ടോ, നമുക്ക് നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ട് അതിനും വേണ്ടി ഡീറ്റെയിൽ ചെയ്ത് കമന്റ് ചെയ്യുന്നവരോടൊക്കെ ഞാൻ പറയും. 1000 പേര് ചിലപ്പം മോശം പറയായിരിക്കും, പക്ഷെ 20,000 പേര് നല്ലത് പറയുമ്പോൾ നമ്മൾ നല്ലതിന്റെ കൂടെ വേണ്ടത്. തീർച്ചയായിട്ടും ഒരാൾ പറഞ്ഞാൽ മതി. നല്ലത് പറയുന്നത് കൊണ്ടും നമുക്ക് ഒരു അവരുടെ ഒരു ഫീഡ്ബാക്ക് പെട്ടെന്ന് കിട്ടുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ചെയ്യണമെന്ന് തോന്നുന്നത്. സത്യം, ആരും കാണാനും ഇല്ല, ഒന്നും പറയാനില്ലെങ്കിൽ നമ്മൾ ചെയ്യുമോ? ഒന്നും ആരും കാണുന്നില്ല, എന്തിനായി കഷ്ടപ്പെട്ടിട്ട്. ശരിയത് എന്താണെങ്കിലും ഓണാണ്, നമുക്ക് കിഷോറായിട്ട് ഇരിക്കാൻ നേരത്ത് നമുക്ക് വെറുതെ ഇരുത്താൻ പറ്റൂല. പണിയെടുപ്പിക്കണം
പണിയെടുപ്പിക്കാൻ. സാധാരണ എപ്പോഴും പറയും ഞങ്ങള് പാട്ടുകാരെ സംബന്ധിച്ച് വളരെ സുഖകരമായ ഒരു കാര്യമാണ്. എവിടെയെങ്കിലും പോയാല് 2 പാട്ടും പാടി. അത് സത്യം. ഞങ്ങളെ ഒന്നിച്ച് വിളിക്കുമ്പോഴത്തേക്കും ഗസ്റ്റ് ആയിട്ടൊക്കെ ഞങ്ങൾ പോവാറുണ്ട്. അപ്പൊ ചെല്ലുമ്പോഴത്തേക്കും പറയും ടീച്ചർ 2 കോമഡി ഒക്കെ പറയണം കേട്ടോ. കോമഡി പറയാൻ മറ്റേ ഹോട്ടലാണെന്ന് കരുതി അതൊക്കെ ഓർമ്മ വരും. എന്ത് കോമഡി കോമഡി പറയാൻ പിന്നെ ഡാൻസ് എന്തായാലും നമുക്ക് പോകുന്ന വേഷത്തിൽ കളിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യം. നമ്മൾ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആൾക്കാരാണ് പാട്ട്. എങ്ങനെയൊക്കെ നമ്മൾ എന്തിട്ട് പോയാലും പ്രസംഗിക്കാൻ അറിയത്തില്ലെങ്കിലും ഒരു സ്വാഗതം പറഞ്ഞ് എല്ലാരും നന്ദിയും പറഞ്ഞ് 2 പാട്ട് പാടി നമുക്ക് അവിടെ നിന്ന് പുള്ളി വന്നിട്ട് ഒരു പാട്ടൊക്കെ പാടി കേട്ടോ. പുള്ളി ഒരു പാട്ട് പാടിയാ പോയിന്ന് പറഞ്ഞു. അപ്പൊ എന്താണെങ്കിലും ഒരു പാട്ട് കേൾക്കാം. അപ്പൊ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ട്രെൻഡ് ആണല്ലോ, ട്രെൻഡിനനുസരിച്ച് മാറണം എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മളിപ്പോ പറഞ്ഞൊരു പാട്ടിലോട്ട് പോകുമ്പോ ഇപ്പൊ ഓണപ്പാട്ട് പണ്ടത്തെ കാലത്ത് ഏറ്റവും, അതായത് ഓണം അടുത്ത് വരുന്നു എന്ന് കാണുമ്പോൾ ഉള്ള സന്തോഷം എന്നെ സംബന്ധിച്ച്, എന്നെ പോലെ കുറെ പേർക്ക് ഉണ്ടാവും ഈ ഒരു വട്ട്. ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും ഒക്കെ ഓണപ്പാട്ട് കാസറ്റ് ഇറങ്ങും. ദാസേട്ടൻ, ശ്രീകുമാരേട്ടൻ, അങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ ഇറങ്ങും. അത് പിന്നെ നാദൃഷിക്കയുടെ മാവേലി കൊമ്പത്ത് ഇത് നോക്കിയിരുന്ന് കാസറ്റ് വാങ്ങി അതെന്നാ റിലീസ് എന്ന് നോക്കിയിരുന്ന് വാങ്ങിയൊരു കാലഘട്ടമുണ്ട്. അപ്പം അന്ന് ഈ കാസറ്റിൻ്റെ ഒരു അതായത് ഒരുപാട് കാസറ്റുകൾ ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഓണത്തിന് ഒരുപാട് കാസറ്റ്. അപ്പം കുറച്ച് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2000 കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനൊരു കുറവ് വന്നു. അപ്പോഴത്തേക്കും ഈ യൂട്യൂബ് അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കാസറ്റ് റിലീസിൻ്റെ ഒരു കുറവ് വന്നു. പക്ഷേ അന്ന് ദാസേട്ടൻ്റെ ഒരു കാസറ്റ് തിരുവോണക്കൈനീട്ടം, വിദ്യാസാഗർ അന്ന് കത്തി നിന്ന് സിനിമ ചെയ്യണ സമയത്ത് ഒരു ആൽബം ആദ്യമായിട്ട് ചെയ്യുന്നു. സിനിമയിൽ നിന്നും വ്യത്യസ്തമായിട്ട് മാറി നിന്ന് അതിലൊരു പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അത് പാടാം. തേവാരമൊരു വീടും തത്തേ തുഞ്ചൻ്റെ കൺമണി തത്തേ, തേവാരമൊരു വീടും തത്തേ തുഞ്ചൻ്റെ കൺമണി തത്തേ, തിരുവോണനാളിലെ പൂനിലാവത്തെ, തിരുവോണനാളിലെ പൂനിലാവത്തെ, തിരിവിളക്കാണു നീ മുത്തേ, തിരിവിളക്കാണു നീ മുത്തേ, തേവാരമൊരു വീടും തത്തേ. തുമ്പയും തുളസിയും കദളി തന്നാക്കില്, തുമ്പിലെ കറുകയും കളഭജല ശംഖവും, തിരുതുടിയുമുണരുന്ന തൃക്കാക്കരയ്ക്കു പോയി, തിരുതുടിയുമുണരുന്ന തൃക്കാക്കരയ്ക്കു പോയി, തൊഴുതുണരു തുയിലുണരു അരമരുളു തത്തേ, തേവാരമൊരു വീടും തത്തേ. അടിപൊളി. ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികള്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരുപാട് വരി. അത് ഈ കാസറ്റിലെ എല്ലാ പാട്ടും ഭയങ്കര ഹിറ്റാണ്. നമ്മള് ഇപ്പൊ ഈ ഓണം വരുമ്പോ നമുക്കിപ്പോ റീല് വന്നപ്പോ കേട്ടില്ലേ, ജഗതി ചേട്ടൻ ഒരു പെട്ടി പിടിച്ചിട്ട് ഒരു ഫ്ലൂട്ടിന്റെ ബീച്ച്, അത് ഇതിലെ പാട്ടാണ്. നിറയെ പൊന്നളക്കും പൗർണമിരാമായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി, തിരയിലും നുരയിലും നമുക്കു തുഴയാനമ്പിളിത്തോണി, തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്, പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ, പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ. ഇതാണ് ആ പാട്ട്. അതിന്റെ ഫ്ലൂട്ടിന്റെ ആ ഒരു ബീജിയാണ് ഇപ്പം നമ്മൾ വർഷങ്ങളായിട്ട് ഓണത്തിന് ഇങ്ങനെ ട്രെൻഡായിട്ട് കേട്ടോണ്ടിരിക്കുന്നത് ചാനലിലും. ആ ഒരു ഫ്ലൂട്ട് 2000 ഇറങ്ങിയ കാസറ്റാണ്. 25 വർഷമായി.
ഇപ്പോഴും അതിന്റെ ഇതാണ് ഓരോ ആഡിലൊക്കെ വന്നത് തന്നെ, ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നത് ഇത് തന്നെയാണ്. ഇപ്പോഴും അതാണ്. എല്ലാ ചാനലിലും പരസ്യം വന്നാലും എന്ത് വന്നാലും ഇപ്പോഴും സ്റ്റിൽ അതാണ് വരുന്നത്. ലാസ്റ്റ് എൻഡ് വന്ന് നിക്കണത്, ആ ഒരു ടൈറ്റിൽ വരാൻ നേരത്ത് വന്ന് നിക്കണത്. ഇപ്പൊ ദേവ ചേച്ചി എനിക്ക് തോന്നുന്നു ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല? ഇപ്പൊ ഏത് കോളേജിലാണ്? ഞാൻ കോളേജിൽ സെന്റ് തെരേസസിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ഇതിൽ അംബാസഡർ എന്തോ അല്ലേ? ഇല്ല എന്നാലും അംബാസഡർ ഒന്നുമല്ല. ഞാന് ശരിക്കും എനിക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നൃപ്പാലയ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ. ഇപ്പൊ അത് ഓൾമോസ്റ്റ് 20 വർഷമാകുന്നു ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ട്. പിന്നെ അവിടുത്തെ മെയിൻ ആളല്ലേ? അത് എന്റെ സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. എനിക്ക് പറയാം, നൃപ്പാലയ സ്കൂളിന്റെ ബ്രാൻഡ് അംബാസിഡർ. അതിപ്പം എന്റെ വീട്ടിലെ രാജാവ് മാനേജിംഗ് ഡയറക്ടർ. പിന്നെ അമ്പലപ്പുഴയിലും ഉണ്ട് ഒരു ബ്രാഞ്ച്, സ്വരലയാന്ന് പറഞ്ഞാൽ. അതല്ലാതെ ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് അവരുടെ ഇപ്പൊ അക്കാഡമിക്സ് ആയിട്ട് വന്ന് പഠിക്കുന്നവരുണ്ട്, തിയറി പഠിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ കോളേജിൽ ഞാനിപ്പോ ഇല്ല, ഡിസ്കണ്ടിന്യൂ ചെയ്തു. കാരണം കുട്ടികളുടെ ഭാവി ഓർത്ത്. കാരണം അതുകൊണ്ട് മാത്രമല്ല, കാരണം എന്താ പറയുക, നമ്മൾക്ക് ഇപ്പൊ നമ്മളുടെ പ്രോഗ്രാംസ് വരുന്നു, നമ്മൾ പെർഫോമിംഗ് ആർട്ടിസ്റ്റ്, നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, ഇപ്പൊ അഭിനയിക്കുന്നതാണോ ചേച്ചിക്ക് ഏതായി പഠിപ്പിക്കുന്നതാണോ, എനിക്ക് ഏറ്റവും സന്തോഷം ഞാൻ പെർഫോം ചെയ്യുന്നതാണ്. കാരണം എപ്പോഴും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഇബ്രൂനോട് ചോദിക്കുകയാണെങ്കിൽ ഇബ്രൂന് എന്താ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ, ഇബ്രൂന് എന്താണോ ആഗ്രഹം അത് ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് അല്ലേ? അത് നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോ നമുക്കൊരു വിഷമം വരാം. ദേവി പറഞ്ഞ പോലെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എടുത്തൊരു തീരുമാനമാണ്. അതായത് നമ്മുടെ ഒരു കഴിവ്, നമ്മളെ ആൾക്കാർ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? നമ്മളൊരു ബ്ലോഗേഴ്സ് അല്ല, ബ്ലോഗ് ചെയ്യുന്നവരല്ല. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന, ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ പഴയ CDs കാര്യങ്ങളും കണ്ട ആ പാട്ടിലൂടെ, ദേവിയെ അങ്ങനത്തെ മേഖലയിലൂടെ കണ്ട് ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ ഈ വ്ളോഗിങ് മാത്രം ചെയ്യാതെ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവ് കൂടെ അവരിലേക്ക് എത്തിക്കാൻ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ പിന്നീട് ഈ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസും കാര്യങ്ങളും നമുക്ക് ഒരുപാട് സോങ്സ് നമ്മൾ ചെയ്തിരുന്നു തുടക്ക സമയത്ത്. പക്ഷെ എല്ലാവർക്കും ഈ എന്താ പറയുക, സോഷ്യൽ മീഡിയ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വരുന്നത് ഈ ഇഷ്യൂസ് ആണ്. ഇപ്പൊ കോപ്പിറൈറ്റിന് ലിറിക്കൽ റൈറ്റ് ഉണ്ട്, മ്യൂസിക്കൽ റൈറ്റ് ഉണ്ട്. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വെറുതെ ഇരുന്ന് പാടിയ പാട്ടിൽ വരും. അപ്പൊ അതാണ് പ്രശ്നം. നമുക്ക് അതുകൊണ്ട് ഒരു തരത്തിലും നമുക്കിത് അല്ലെങ്കിൽ പുതിയ പാട്ടുകൾ പുതിയ പാട്ട് എന്റെ ആൽബത്തില് ഓർക്കസ്ട്ര ചെയ്തത് കിഷോറേട്ടനാണ്. എന്താ വെച്ചാല് എത്ര പേര് അത് കണ്ട് എന്തോരം ഇതായിട്ടാന്ന് അറിയാമോ? അല്ല, ഇനിയിപ്പം ഒരു കണക്കിന് ഞാൻ നോക്കിയിട്ട് നല്ലതാണ്. കാരണം ക്രിയേറ്റീവ് സൈഡ് നമ്മുടെ അതിനനുസരിച്ച് കൂടാണ്. മറ്റത് നമ്മള് ആ ഒരു നമ്മൾ കേട്ടോണ്ടിരുന്ന അതേ പാട്ടെടുത്ത് നമ്മൾ ചെയ്യണം. ഇപ്പൊ അതല്ലാതെ അതിനൊരു വ്യത്യസ്തമായ പുതിയ പാട്ടുകൾ കേൾക്കാൻ, അതായത് സിനിമാ പാട്ട് മാത്രമല്ലാതെ അല്ലെങ്കിൽ അവർ കേട്ട് പഴകിയ പാട്ടുകളല്ലാതെ പുതിയൊരു വ്യക്തി കമ്പോസ് ചെയ്യുന്ന പാട്ടും കൂടെ അവർ കേൾക്കാൻ റെഡിയാണ്. പിന്നെ ഈ ഒരു മേഖലയിലോട്ട് ആൾക്കാർ വരുന്നില്ലെന്നേ ഉള്ളൂ. കൂടുതൽ നമ്മുടെ മലയാളത്തിൽ ഇപ്പോഴും പേടിയാണ് ആൾക്കാർക്ക് ഇത് ചെയ്യാൻ കിടപ്പുണ്ട്. പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ പറയുകയാണ് നമുക്കൊരു പാട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ ഉള്ള പേടി അതാണ്. അപ്പം നമ്മൾ ഒരു പാട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ജനങ്ങൾ അവർക്ക് അവരുടെ തിരക്കുകളും അവർക്ക് അവരുടെ ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളാണ് അവരിലേക്ക് എത്തേണ്ടത്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ എവിടെയാണോ കിട്ടണേന്ന് പറഞ്ഞാൽ അവിടെ കയറി ഒരെണ്ണം കൊളുത്തിയാൽ പിന്നെ നമുക്ക് ഓഡിയൻസ് വരും. നമ്മൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞ നേരത്തെ കറക്റ്റാ. നമ്മള് ഒരു സാധനം ചെയ്തത് നെഗറ്റീവ് വന്നു, ഇനി വേണ്ട, അതാണ് നമ്മളപ്പോഴത്തേക്കും ഭയങ്കര ഡൗൺ ആയി പോകും. പക്ഷെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനും വേറൊരാൾ ആവരുത്. നമ്മളെ തന്നെ റിക്കവർ ചെയ്ത് അതിന്റെ പോരായ്മകൾ മാറ്റിയിട്ട് അതപ്പോ എന്തായിരിക്കും വരുന്നത്? ഇപ്പൊ ഞാൻ എപ്പോഴും പറയും, നമ്മളെ ഒരാൾ അല്ലെങ്കിൽ ഒരു 100 പേര് നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല, എന്തായിരിക്കും നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കാൻ? അപ്പൊ എന്തെങ്കിലും ഒരു കാരണം, ഇപ്പൊ ഒരാൾക്ക് ഇഷ്ടമല്ല പേഴ്സണലി എന്തെങ്കിലും കുഴപ്പമായിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷെ 100 പേരെ ഒരേ അഭിപ്രായം പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവും. നമ്മൾ സെൽഫ് അസസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് നമ്മുടെ ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് എന്ന് പറഞ്ഞാൽ അതിപ്പോ വലിപ്പ ചെറുപ്പമൊന്നും ഇല്ലാതെ തന്നെ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു തവണ ഇങ്ങനെ യൂട്യൂബ് നോക്കിയപ്പോഴത്തേക്കും മോഹൻലാൽ കുക്കറി ഇതെന്തോ അദ്ദേഹം ഒരു കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ, അദ്ദേഹം കുക്ക് ചെയ്യുന്ന വീഡിയോയുടെ താഴെ ഒരുത്തൻ കമന്റ് ചെയ്തിരിക്കുന്ന പടമൊക്കെ പൊട്ടി തുടങ്ങിയപ്പോ അതൊക്കെ കുക്കിംഗ് ഒരു കാര്യമില്ല. അങ്ങനത്തെ കമന്റ് വരുമ്പോ നമ്മളിത് സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം.
ഒരു കാര്യമില്ലാതെയാണ്. അല്ല അത് തരണ്ടേട്ടൻ പറഞ്ഞില്ലേ. അതെ, അത് പറയുകയും ചെയ്തു. അതായത് മോഹൻലാൽ ഇങ്ങനെ ഇങ്ങനെ ഫ്രീ ടൈമിൽ ഇരുന്ന് കാണുമ്പോൾ ഇതിന്റെ താഴെ വന്നിട്ട് ഒരുത്തൻ കമന്റ് ചെയ്തിരിക്കുന്നു, വേറെ പണിയൊന്നും ഇല്ലെന്ന് നോക്കുമ്പോൾ പുള്ളി തന്നെ ആത്മകഥ ഒന്ന്. അപ്പൊ അടുത്തിരിക്കുന്ന ആളെ നോക്കപ്പോൾ ഞാൻ എന്ത് തെറ്റാ മോനെ ചെയ്തു, അവനോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു, അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതൊക്കെ നമ്മളിനി നിങ്ങക്ക് നിർത്താറായില്ലേ, വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ ചോദിച്ചാൽ വേറെ പണിയില്ല. ഇതാണ് നമ്മുടെ ജോലിയല്ലേ, നമ്മൾ പാട്ട് പാടുക അല്ലെ അഭിനയിക്കുക. ഇപ്പൊ ചില റോൾസ് ഒക്കെ നമ്മൾ നെഗറ്റീവ് റോൾസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ചിലര് വന്ന് മതിയാക്കില്ല, എന്ത് മതിയാക്കാൻ പറ്റില്ല, കാരണം എന്റെ ജോലിയാണ്. അത് ഞാൻ പിന്നെ മതിയാക്കിയിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യും, പുല്ലുവട്ടം പോകും. അല്ലാതെ മോശമെന്നല്ല പറഞ്ഞത്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഞാൻ പറയും, നമുക്ക് ചോയ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് പിക്ക് ചെയ്യാൻ അവകാശമുള്ളൂ അല്ലേ. ഇപ്പൊ ഇബ്രുവിന്റെ അടുത്ത് 4 ഷർട്ട് കാണിച്ചിട്ട് ഇതിൽ ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഇബ്രുവിന് ഇഷ്ടപ്പെടുള്ളൂ, അത് പറഞ്ഞോളൂ. പിന്നെ പറ്റൂല. പിന്നെ ബാക്കിയുള്ളത് 3 ഉള്ളൂ, വേറെ പോകാൻ സ്ഥലമില്ല, അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് ഞാൻ പറയാം. അപ്പൊ നമ്മള് വെൻ ഇറ്റ് കംസ് നമ്മുടെ ലൈവ്ലിഹുഡ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഈ കാത്തിരുന്ന് ഞാൻ നല്ല ഒരു ഇതിന് വേണ്ടി വെയിറ്റ്, എനിക്ക് അങ്ങനെ പറ്റില്ല. കാരണം നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനത്തെ റോൾസ്. ഇപ്പൊ കോമഡി ചെയ്ത് തുടങ്ങിയ സമയത്ത് വരുന്ന റോൾസ് അല്ല ഹ്യൂമറസ് റോൾസ്. അപ്പൊ എപ്പോഴും ചിരിപ്പി, കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ വിചാരിക്കും കേട്ടോ. ഈ വളിപ്പ് മാത്രം കാണിക്കും, വളിപ്പോ അയ്യോ അപ്പൊ നമ്മള് വളിപ്പാണോ കാണിക്കുന്നത് എന്നുള്ളതാണ്. അല്ല ചിലർക്ക് തമാശ എന്ന് പറയുന്നത് അങ്ങനെ, വളിപ്പല്ല കുറച്ചുകൂടെ സീരിയസ് ആവും. എന്നാ പിന്നെ ശരി, നെഗറ്റീവ് ചെയ്ത് തുടങ്ങി ഒരെണ്ണം ഹിറ്റായി കഴിയുമ്പോൾ പിന്നെ വരുന്നത് മുഴുവൻ നെഗറ്റീവാ. എപ്പോഴും ഈ ഇത് ഇങ്ങനെ കണ്ണും മേടിച്ച് വേറെ എന്തെങ്കിലും ചെയ്യും. നമ്മുടെ ജോലിയല്ലേ. തീർച്ചയായിട്ടും ഇതിപ്പോ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു ക്യാരക്ടർ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ നമ്മളല്ല ഇതിന്റെ ഒന്നും തീരുമാനിക്കുന്നത്. ഏത് ഡ്രസ്സ് വേണം, ഏത് സ്റ്റൈലിൽ മേക്കപ്പ് വേണം, മേക്കപ്പ് വേണോ വേണ്ടോ, എല്ലാം ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ഒരു ചെറുപ്പക്കാരായാലും ഇപ്പൊ ഞാൻ മിന്നൽ മുരളി ഞാൻ ചെയ്യാൻ ഇപ്പൊ ബേസില് അവർക്കൊക്കെ വളരെ ക്ലാരിറ്റി ഉണ്ട്. പണ്ടൊക്കെ നമുക്ക് കുറച്ചുകൂടി ചോയ്സ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ റെഡി ആവാം, ഞാനിങ്ങനെ അവര് കാണുമ്പോഴാണ് മേക്കപ്പേ വേണ്ട. സമീറായിരുന്നു എന്റെ ക്യാമറ, മേക്കപ്പ് വേണ്ട. ഞാൻ പറഞ്ഞല്ലേ എന്റെ മോളുടെ കല്യാണത്തിന് ഇച്ചിരി ലിപ്സ്റ്റിക് വേണ്ട ചേച്ചി. നിങ്ങൾ അത്രയും ഒരു സാധാരണ ഫാമിലിയാണ്. അപ്പൊ അതിന് ഭയങ്കര ഓവർഡ് നമ്മുടെ കണ്ണ് എഴുതിക്കോട്ടെ വേണ്ട. അല്ല ഇപ്പൊ ഏത് സാധാരണക്കാരുടെ വീട്ടിൽ പോയാലും നമ്മള് ഇടുന്ന നൈറ്റി പോലും വേണമെങ്കിൽ യൂസ് ചെയ്ത് കൊണ്ടുവന്നു പറഞ്ഞാൽ അല്ല, കാരണം അവർക്ക് അത്രയും നാച്ചുറൽ ആയിട്ടുള്ളത് മതി. വളരെ അവർക്കറിയാം എന്താണ് സിനിമയ്ക്ക് വേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണം എന്നറിയാം. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഒന്നും എനിക്ക് സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പൊ സീരിയല് ചെയ്യുമ്പോഴാണെങ്കിലും അവർ ഓൾറെഡി പറയാണ്, നിങ്ങൾ ഡേ നൈറ്റ് കിടന്നുറങ്ങുന്നു, നൈറ്റ് സീന് അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്നു എന്നൊന്നും നോക്കണ്ട, നിങ്ങൾ മാക്സിമം റിച്ച് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇടുക. അപ്പൊ നമ്മൾ ചിലപ്പോൾ ശരിയായിരിക്കും നോക്കുമ്പോഴത്തേക്ക് വീട്ടിൽ അടുക്കള നിൽക്കുമ്പോൾ പട്ടുസാരി 4500 രൂപ പട്ട്, ഈ തള്ളക്ക് വട്ടാണോ? ഇത് വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഇപ്പൊ ഒരു സിനിമയാണെങ്കിലും ഒരു സീരിയൽ ആണെങ്കിലും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും അത് അവര് ഒരു പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അവര് ചെയ്യുന്നത് നമ്മളെ വലുതാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കല ഉദ്ധരിക്കാനല്ല. ഇതെല്ലാവരും ചെയ്യുന്ന അവർക്ക് അതൊരു ബിസിനസ്സാണ്. ഇതിന് പല ഭാഗങ്ങളുണ്ട്. അപ്പൊ അതും കൂടെ വിചാരിച്ചിട്ടാണ് ഇവർ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യാൻ പറയുന്നത്. അപ്പം അല്ലാതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നു, അവരെ കളിയാക്കിയിട്ടോ കാര്യമില്ല. അത് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെതായ, അതിപ്പോൾ സീരിയലും കൂടുതൽ അറിയാവുന്നതുണ്ട്. കലാ ഫീൽഡ് കൂടുതൽ ആൾക്കാർക്ക് ട്രാൻസ്പെറൻ്റ് ആണ്, എപ്പോഴും എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് നമ്മൾ കാണും. എല്ലാ ഫീൽഡിലും ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അല്ല അതുണ്ട്. ഇപ്പൊ IT ചെന്ന് നോക്കിയാൽ നമുക്ക് അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരു ദിവസം ഞങ്ങള് വളരെ അവിചാരിതമായിട്ട് ഷൂട്ടിങ്ങിന് പോയതാ. അവർക്ക് ഇങ്ങനെ നമ്മളെ കണ്ടിട്ട് നമ്മുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്. പക്ഷെ ഒരു ദിവസത്തില്, അതായത് ഈ വർക്ക് ചെയ്യുന്ന 8 hours 2 പ്രാവശ്യം അവർക്ക് എഴുന്നേക്കാൻ പാടുള്ളൂ. അവരെ മോണിറ്റർ ചെയ്യാൻ സെക്യൂരിറ്റീസ് ഉണ്ട്. അപ്പൊ വെളിയിലുള്ള ഒരു വിദേശ കമ്പനിയിലാണ് അവർക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, ഫോൺ സറണ്ടർ ചെയ്യണം. ഞാൻ പറഞ്ഞു 2 ലക്ഷം രൂപ കിട്ടും, മിണ്ടാൻ പറ്റില്ല, അങ്ങോട്ട് നോക്കി ഇരിക്കാൻ പറ്റില്ല, ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പൊ അത്രയും എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സും സെറ്റ്ബാക്സും ഉണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. അത് പറഞ്ഞു, ആരോ ചോദിച്ചപ്പോ എന്തോ ഇതെന്ന് പറഞ്ഞ മോനെ, ആ സിനിമ എന്ന് പറയുന്നത് ചെറിയ കളിയല്ല, വലിയ കളി തന്നെയാണ്. അത് നോക്കി പഠിക്കാൻ പറ്റിയൊരു സംഭവം അല്ലാട്ടോ എന്ന് പറഞ്ഞു. ഈ നമ്മളിപ്പോ പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇത്രയും വന്നതുകൊണ്ട് എല്ലാവരും ഇപ്പം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ഷോർട്ട് ഫിലിംസ് എടുക്കുന്നുണ്ട്. കാരണം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നല്ലൊരു ഫോൺ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വ്ളോഗിങ് ആയി എന്തും ചെയ്യാന്നുള്ള ഒരു ഫ്രീഡം ഉണ്ട്. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് എനിബഡീസ് ബിസിനസ്. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുമായിരിക്കും, ചെയ്യാൻ പറ്റും.
പക്ഷെ അത് അതിന് ഉള്ളിലൊരു പാഷനും കൂടി വേണം. അതുണ്ടെങ്കിൽ മാത്രമാണ്, ആ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമാണ് നിലനിൽക്കാനോ പറ്റില്ല. അപ്പൊ ചെയ്യാം. അപ്പൊ ഞാൻ വിചാരിച്ച നാളെ ഞാനൊരു സിനിമ എടുക്കാൻ പോകാം, കാശുണ്ടെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രൊഡ്യൂസറായിട്ട് അല്ലെങ്കിൽ ഒരു ഡയറക്ടറായിട്ട് ഞാൻ അതിൽ സസ്റ്റെയിൻ ചെയ്ത് അതുകൊണ്ട് ഞാൻ വരുമാനം ഉണ്ടാക്കി ജീവിക്കാൻ അതിന് എനിക്ക് പാഷനും ടാലന്റും ഇല്ലാതെ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇത്രയും കൊല്ലമായിട്ട് നമ്മൾ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ദൈവാനുഗ്രഹം എന്നേ പറയാനുള്ളൂ. കാരണം അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതുകൊണ്ടല്ലേ കഞ്ഞി കുടിക്കണം. സലീം കുമാർ മകനോട് പറഞ്ഞു എന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് സിനിമയിൽ അച്ഛൻ സിനിമയിൽ അഭിനയിക്കണം, ഇപ്പൊ സിനിമയിൽ അഭിനയിപ്പിക്കാം, എനിക്ക് എളുപ്പമാണ്, പക്ഷെ നിലനിൽക്കുമോ എന്നുള്ളത് എന്റെ കഴിവാണ്. സത്യം. തീർച്ചയായിട്ടും സിനിമയിൽ അഭിനയിപ്പിക്കാൻ എത്രയോ പേര് വന്നിട്ടുണ്ടെന്ന്, എത്രയോ പേര് എത്ര പേര് അത് നിന്ന് പോകാന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് ഭയങ്കര ഭാഗ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന റീല് നമുക്ക് അടുത്ത് ചെയ്യണമെങ്കിൽ അത് നിലനിൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നടക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ചെയ്തിട്ട് വേറെ പണി. ഇന്നിപ്പോ നിങ്ങൾ ചെയ്യണത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് അതിലും വലിയ സന്തോഷം വേറെ എന്താ വേണ്ടത്. അത് തന്നെ കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര സന്തോഷം തോന്നാറ്. ഞാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും എനിക്ക് ടാക്സ് വരികയാണെങ്കിൽ ഞാൻ പോയി അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഇപ്പൊ കാലം മാറുന്ന കാലം മാറി എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ എപ്പോഴും ഇങ്ങനെ ഒബ്സർവേഷൻ ഉണ്ടാവാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ലൈവ് ഷോയ്ക്ക് പോകുമ്പോൾ അമ്പലങ്ങളിലാണ്, പള്ളികളിലാണ്, പണ്ട് എങ്ങനെ ആൾക്കാർ വന്ന് ഇപ്പൊ എന്നെ വന്ന് കാണുകയാണെങ്കിൽ കൊച്ചിൻ ഗിന്നസിന്റെ CD കണ്ടിരുന്നു, പണ്ട് കണ്ടിട്ടുണ്ട്, അതിങ്ങനെ പറയും. പിന്നെ ഇളയനില ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പറയും. ഇളയനിലുണ്ട് പാടുന്ന ആളല്ലേ ജീവന്റെ വീട്. ഇപ്പൊ പറഞ്ഞെന്ന് അറിയുമോ, സബ്സ്ക്രൈബർ ആയിട്ടോ നിങ്ങൾ. ഞാനാ പറഞ്ഞ ഇപ്പോഴാണ് ഹീറോയാണ് ശരിക്കും പറഞ്ഞ ഞാൻ നിങ്ങളുടെ ചാനലിന്റെ സബ്സ്ക്രൈബർ ആണ്, ഫോളോവർ ആണ്. ആ കാലം മാറിയതേ, കാലം ഭയങ്കരമായിട്ട് മാറിപ്പോയി. കാര്യം പണ്ട് നമ്മളെ TV കാണുന്നു അല്ലെങ്കിൽ അങ്ങനെ പ്രോഗ്രാമിന്റെ പേര് പറയണം. ഇപ്പൊ അവര് നമ്മളോട് പറയണ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബർ ആണ്, ഞങ്ങളെല്ലാ വ്ളോഗ് കാണാറുണ്ട്, ഞങ്ങൾ ചെയ്ത് നോക്കാറുണ്ട്, നിങ്ങൾ പറയണ പോലെ തന്നെ എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും അത് കാലം മാറി എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണത്. ഞാനത് രണ്ടുപേരോട് ഇങ്ങനെ പറഞ്ഞേ, ഇങ്ങനെ ഇന്റർവ്യൂ ആണ്, ഓണത്തിന് ആരൊക്കെയാന്ന് വെച്ചിട്ട് കിഷോർ ദേവി ചേച്ചിയാണ് ഞാൻ അന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നു അതിനുകൊണ്ട് റീൽ ചെയ്യണം നല്ല കണ്ടന്റാ, നല്ല അടിപൊളിയായിട്ട് കയറിവിട്ടോന്ന്. എനിക്ക് അങ്ങനെയാണ് ഏറ്റവും നല്ലതാ, പുള്ളിനെ കൊണ്ട് ചെയ്ത് നോക്കിക്കോ, എന്നിട്ട് നീ അത് കട്ട് ചെയ്തിട്ട് കാണിക്കും, അടിപൊളിയായിരിക്കും കേട്ടോ എന്ന് പറയാണ്. അപ്പൊ അതുവരെയാണ് ആളുകളുടെ ഉള്ളിൽ ഇപ്പൊ കിടക്കണത്. നമ്മള് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക, നേരം വെളുത്ത് എണീക്ക സാധനം തോണ്ടുക, അവിടെ വന്ന് ഇതെന്തല്ലോ ഈ ഞാൻ ഇതിനൊക്കെ ഭയങ്കര മടിച്ചു നിന്ന ആളാ. കാര്യം എനിക്ക് ഭയങ്കര യൂട്യൂബിൽ വരാൻ തന്നെ, എനിക്ക് ചാനലിൽ വരാൻ തന്നെ എനിക്ക് മടിയായിരുന്നു. കാര്യം എന്നെ സംബന്ധിച്ച് നമുക്ക് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി, ഒരു ആർട്ടിസ്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആയ വ്യക്തിയുടെ കാലിബർ തിരിച്ചറിയുക, സ്വയം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഒരു ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പം ഇത്രയും ലൈവായിട്ടിരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ ഉള്ളൊരു കഴിവെന്ന് പറഞ്ഞാൽ വെറുതെ ക്യാമറ ഓണാക്കി വെച്ചിട്ട്, ഇപ്പൊ ഇവർ പറയാണ് ഈ ഒരു ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഓണം മാത്രം ഒരു സബ്ജക്ട് തരുന്നു, പറഞ്ഞോളാൻ പറഞ്ഞാൽ ഇരുന്ന് പറയും. അതിങ്ങനെ കുട്ടിക്കാലത്ത് എൻ്റെ ഓണം അതെങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ ട്രെൻഡ്, ഇത് മാറി ഓണം ഇങ്ങനെ, ഇതൊക്കെ പറയും. അതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വ്ളോഗർമാരുടെ യൂട്യൂബ് ചാനൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും പേടിയായിരുന്നു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ എവിടെ നിന്ന് എങ്ങനെ പറയാൻ, ഇവര് ഒന്നാമതെ വായിൽ വെള്ളം പോലെ ഇങ്ങനെ വരണം, ഇതിങ്ങനെ ഇങ്ങനെ പറയാൻ ഇതെന്നൊക്കെ വിചാരിച്ചിരുന്നാണ്. പക്ഷെ ദേവി ഇങ്ങനെ പുഷ് ചെയ്ത് ബാ അത് നിന്ന് നോക്ക്. പിന്നെ ഈ നമ്മുടെ ടീം, നമ്മുടെ കൂടെ ഉള്ള ടീം ഫുള്ള് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെ കൂടെ പറഞ്ഞാണ് നിന്നത്. നിന്ന് കഴിഞ്ഞപ്പോ നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ഞാനെപ്പോ എടുത്തു നോക്കും, എന്നെ പറ്റി ചീത്ത വല്ലതും പറഞ്ഞു. ബ്ലോഗിന്റെ പേര് മാറ്റണമെന്നുള്ളതാണ്. ചേട്ടൻ ഈ റീല് തൂക്കി, ചേട്ടൻ വേറെ അത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചേട്ടന്റെ ചവിട്ടും തെറിയും കിട്ടിയത് എനിക്ക്. ചേട്ടൻ തൂക്കിന്ന് പറഞ്ഞാൽ എത്ര ലൈക്കാ വന്നേക്കണെന്ന് ഒരുപാട് ലൈക്ക്. അപ്പൊ ഞാനപ്പം തിരിച്ചു പറയും, ഞാൻ പറഞ്ഞോ സംഭവം ശരിയാണ്. കാരണം നമ്മള് എടുക്കുന്ന ഇപ്പം ശരിയായിരിക്കും, ഒരു 5 ടേക്ക് അല്ലെങ്കിൽ ചിലപ്പോ 10 ടേക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ടേക്ക് ഓക്കെ ആകുന്നത്. കാരണം കിഷോർ ഭയങ്കര നോക്കുമ്പോ ഇല്ലടോ അതിട്ട് ഞാൻ ശരിയല്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, എന്നെ കൊണ്ട് കൊള്ളത്തില്ല, ഒന്നുകൂടെ എടുക്കാം. അപ്പോഴേക്കും നമ്മൾ പിന്നെ അപ്പൊ ഇയാളുടെ ബെസ്റ്റ് എന്റെ ബെസ്റ്റ് അതുകൊണ്ട് ഞാൻ പറയണ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അടുത്ത ആൾ എല്ലാവർക്കും മനസ്സിലാവും അത്. ഇവനെങ്ങനെയാണ് 10-12 ചെയ്ത് കഴിയുമ്പോഴേ പുള്ളി ഒന്ന് ഓക്കെ.
അങ്ങനെ ബിഹൈൻഡ് BTS ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരിക്കും ഞങ്ങൾ. അടിപൊളിയായിരിക്കും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ വലിയ നടന്മാരൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മുടെ ലെവലിലേക്ക് ലെവലിലേക്കാണ് എത്തുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ചെയ്തിട്ട് അതൊന്നും കൂടെ എടുക്കാം. എത്രയോ തവണ എത്രയോ വലിയ വലിയ മ്യൂസിക് ഡയറക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, ദാസേട്ടനൊക്കെ ഒരു പാട്ട് പാടി കഴിഞ്ഞാൽ ഒരു 10 തവണ ചോദിക്കുമെന്ന്. ശരിയായോ അതൊന്നും കൂടെ പാടണ്ടേ? അത്രേ ഉള്ളൂ. അത്രയും ചിന്തയൊന്നുമല്ല ചേട്ടൻ, വേറെ ലെവലാണ് അങ്ങനെ. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അങ്ങനെയൊക്കെ കാണിച്ചത്. അപ്പം അങ്ങനത്തെ പാട്ടുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടു വരുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കും, എടോ ഇത് നമുക്ക് ചെയ്യാം, പണി ഞാൻ പറഞ്ഞു നോക്ക്, ഇത് നോക്ക് ചെയ്യാൻ പറ്റും. എന്നാ ശരി അയച്ചിട്ടേ, വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്താണെങ്കിലും ഈ തിരുവോണ നാളില് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒന്നും പ്രിപ്പയർഡ് അല്ല, നമ്മൾ തന്നെ സ്വയം സംസാരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ, ഞാൻ നേരത്തെ പറഞ്ഞ മനോഹരമായ ദമ്പതികൾ, ലോകത്തിലേക്ക് തന്നെ മനോഹരമായ ദമ്പതികൾ തന്നെ എനിക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് ഇവരെ കിട്ടിയേക്കണത്. എന്താണ് ഈ ഓണത്തെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇപ്പൊ 19 വർഷമായി നിങ്ങളുടെ ഒരുമിച്ചുള്ള ഓണം. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള സ്റ്റേജ് കലാകാരന്മാരെ നിങ്ങൾ സംബന്ധിച്ച് സാധാരണ നാട്ടിലുണ്ടാവാറില്ല, കൂടുതലും പുറത്താണ്, പുറത്തും ഷോസുകൾ. പിന്നെ ഓണത്തിന് പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ ഷോ ആണ്, നാട്ടില് ഷോ ഉണ്ടാവും. പിന്നെ അത് മാത്രല്ല, ഇനി ഒരു 6 മാസത്തേക്ക് ഓണപരിപാടി മാത്രമായിരിക്കും. അടുത്ത ക്രിസ്മസ് വരെ ഓണപരിപാടി. ക്രിസ്മസ് വരെ ഞങ്ങള് ഒക്ടോബറില് നവംബർ ലാസ്റ്റിലൊക്കെ വെളിയിലൊക്കെ ഓസ്ട്രേലിയയിലൊക്കെ ഒരു കണക്കിന് നല്ലതല്ലേ, ഞങ്ങളെ പോലുള്ളവർക്ക് നല്ലതല്ലേ. അങ്ങനെ എല്ലാവരും ക്രിസ്മസ് വരുന്നവരെ ഓണം ആഘോഷിക്കുക, ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഫെസ്റ്റിവൽ വരുന്നവരെ ന്യൂ ഇയറും ക്രിസ്മസും ആഘോഷിക്കുക. അപ്പൊ ഞങ്ങൾക്ക് പരിപാടികൾ കിട്ടും. അതുകൊണ്ട് ജീവിക്കുന്ന എല്ലാവർക്കും കൂടുതലും നമ്മൾക്ക് സ്റ്റേജിലും അല്ലെങ്കിൽ ഇതുപോലുള്ള ആർട്ടിസ്റ്റുകൾക്കും നമ്മൾ പ്രീ പ്ലാൻ ചെയ്യാറില്ല. ഇപ്പൊ അടുത്ത ഓണം നമ്മൾ ഇങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയില്ല. നമ്മളിപ്പം കിഷോറിന്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും എല്ലാവരും എറണാകുളത്ത് തന്നെ ഉണ്ട്. അപ്പൊ ഞങ്ങള് പറ്റുന്നത് പോലെ ഇപ്പം ഒരു ഓണം ഉണ്ട്, അപ്പൊ ഒരു പ്രാവശ്യം കളമശ്ശേരിയിലായിരിക്കും. ഇപ്പൊ ഓണത്തിന് എല്ലാവരും ഉണ്ട്, ഒരു പ്രാവശ്യം അടപ്പള്ളിയിലായിരിക്കും. അടുത്ത ഓണത്തിന് എല്ലാവരും ഉണ്ട്, അന്ന് വയറ്റിലേക്ക് കൂടാ. അങ്ങനെ ഞങ്ങളൊരു ടേൺ ബൈ ടേൺ ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തവണ എൻ്റെ ഒരു മുത്തശ്ശി മരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഓണം അങ്ങനെ ഒരു സെലിബ്രേഷൻ ആയിട്ടില്ല. പിന്നെ കിഷോറിന് പ്രോഗ്രാമാണ്, പിന്നെ ഉള്ള സമയത്ത് ഒന്നിച്ചുണ്ടാകുമ്പോൾ ഓണം. ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഓണസദ്യ എന്നൊക്കെ പറഞ്ഞ ഓൺ ദ വേ എവിടെയെങ്കിലും ഹോട്ടലിൽ നിന്ന് ഫുഡ് ചെയ്യുക, അടുത്ത പ്രോഗ്രാമിലേക്ക് പോവാം. പണ്ടത്തെ ഓണം വെച്ച് നമുക്കിപ്പോ ഒന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ വേണം, അത് മിസ് ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അങ്ങനെ വേണം നമുക്ക് വാശി പിടിക്കാനും പറ്റില്ല. എന്താണെങ്കിലും പണ്ട് ഒരു ചെറുപ്പകാലത്തെ ഓണം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇനിയത്തെ ജനറേഷൻ അത് പറഞ്ഞാലും മനസ്സിലാവൂല. ഉറപ്പാണത്. പൂ പറിക്കാൻ വേണ്ടി കാട്ടിക്കോടെ പറക്കിലും ഓടലും ചാടലും പിടിക്കലും അറിയുമോ, അവരെ സംബന്ധിച്ച് നമുക്കത് ഭയങ്കര സംഭവമാണ്, നൊസ്റ്റാൾജിയാണ്, സുഖമാണ്, ഭയങ്കര. പിള്ളേരെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഫോണിൽ ഓണം, അല്ലെങ്കിൽ അവർക്ക് സാധനം എല്ലാം ഒറിജിനൽ വേണമെന്നൊന്നുമില്ല, റെഡിമെയ്ഡ് കിട്ടും. പണ്ട് ഞങ്ങൾ മുത്തച്ഛനും അച്ഛനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ സ്കൂളിൽ ചെരുപ്പില്ലാണ്ട് പോയി തന്ന 25 പൈസ ബസ്സിന് പോകാതെ നടന്നു പോയി ആ 25 പൈസ സേവ് ചെയ്തിട്ട് ഞങ്ങൾ മറ്റേ എന്താണ് സ്ലേറ്റിൽ എഴുതുന്ന പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒടിഞ്ഞു പോയിട്ട്. അന്ന് 25 പൈസ കിട്ടാൻ വേണ്ടി പാടുള്ളൂ. അല്ല, നമുക്കതപ്പം മനസ്സിലായില്ല. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ നമ്മളോട് പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് പറയും, അന്ന് ഉറപ്പില്ലാണ്ട് ചെയ്ത് ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാലേ, നമ്മള് ഈ പഴയ ആൾക്കാര് ഇത് പറയുമല്ലോ, പഴയ ആൾക്കാർ. അപ്പൊ പുതിയ തലമുറയെ പൂർണ്ണമായിട്ടും അങ്ങ് കുറ്റപ്പെടുത്തുന്ന കുറെ ആൾക്കാർ. അത് ശരിയല്ല, അത് അവർക്ക് അറിയില്ലല്ലോ. അവർക്ക് അറിയില്ലെന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടം ഇതാണ്, അവരുടെ സുഖം ഇതാണ്. കണ്ടാണ് അവള് വളരെ. ഇപ്പൊ നേരത്തെ ബ്രൂ പറഞ്ഞില്ലേ, നമ്മള് ഈ ആദ്യത്തെ കാസറ്റ് കാലഘട്ടത്തിൽ നിന്ന് CD ആയി, CD-ന്ന് DVD ആയി, DVD-ന്ന് പെൻഡ്രൈവ് ആയി, എല്ലാം പോയി. എല്ലാം അയച്ചു കൊടുത്ത സംഭവം ഇപ്പൊ എന്താ സാറ്റലൈറ്റ് ആണ്. ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് മുട്ടിച്ച് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് വന്നു. ആ ഫോൺ ഈ ഫോൺ ആവും. അത്രയും നമ്മള് അഡ്വാൻസ്ഡ് ആയി. അപ്പൊ ഈ സമയത്ത് നമ്മൾ പണ്ടത്തെ ഞങ്ങള് അങ്ങനെയായിരുന്നു, തുമ്പി തുള്ളുമായിരുന്നു. നമ്മുടെ കാലാവസ്ഥ മാറി, എല്ലാം മാറി. നമ്മൾ അടച്ചങ്ങനെ ആക്ഷേപിക്കണ്ട. പക്ഷെ കഴിയുന്നതും അതൊക്കെ ഇപ്പൊ നമ്മൾ ഇതുപോലുള്ള ചാനൽ പ്രോഗ്രാംസിലായാലും നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യും. ഇപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ തലമുറയിലുള്ളവരാണെങ്കിലും ഒരു ദിവസമെങ്കിലും എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടാം. അത് എവിടെയാണെങ്കിലും, ഹോട്ടലിൽ മതി,
എവിടെയെങ്കിലും മതി, ഒരു സ്ഥലത്ത് ഒന്ന് കൂടുക. എല്ലാരും കൂടെ ഒന്നിച്ചിരിക്കുക. നേരത്തെ ദേവി ചേച്ചി പറഞ്ഞ പോലെ കളമശ്ശേരിയിലാണെങ്കിൽ കളമശ്ശേരി കൂടും, എടപ്പള്ളിയിലാണെങ്കിൽ എടപ്പള്ളി കൂടും, എവിടെയെങ്കിലും അത് കൂടും. ചെയ്യാം, അത് ചെയ്യാൻ പറ്റും. അത് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് പോലെയാണ്. ഒരു കുറച്ച് സമയം, 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നമുക്ക് എല്ലാവരും കൂടെ ഒരു ദിവസമൊക്കെ എടുക്കാം. അതൊക്കെ ഒരു ദിവസം അവധി എന്നൊക്കെ ഉള്ള ദിവസമല്ലേ ഓണം ഒന്നും എന്നൊക്കെ സംഭവിക്കാൻ പോണില്ല. ഓണം എന്ന് മാത്രം വിചാരിക്കണ്ട, ഫെസ്റ്റിവൽസ് എന്ത് വന്നാലും എല്ലാരും കൂടെ ഒന്ന് കൂടുക, അത് മതി. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ബേസിക്കലി നമ്മൾ പറയില്ല ഇപ്പൊ കുറേ ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡീടോക്സിങ് എന്ന് എല്ലാവരും കൂടെ ഇപ്പോൾ പുറത്ത് പോയി വലിയ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം എന്തെങ്കിലും വീട്ടിലുണ്ടാക്കി എല്ലാവരും കൂടെ ഇരിക്കുക. ഞങ്ങൾ ഇവിടെ ഫ്ലാറ്റിലാണെങ്കിലും ഞങ്ങൾക്ക് ക്വീൻസ് എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ ലേഡീസിന്റെ ഒരു വിങ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചിലപ്പോൾ എല്ലാവരും കൂടെ ഭക്ഷണം ഉണ്ടാക്കി നമ്മുടെ ഫാമിലീസ് എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഫ്ലാറ്റിലൊക്കെ ഓണം ആഘോഷിക്കാന്ന് പറഞ്ഞാൽ ഇവരുടെ ക്വീൻസ് ഇപ്പൊ പറഞ്ഞ പോലെ അവരെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ലേഡീസ് ഒക്കെ കൂടെ നറുക്കെടുക്കുമ്പം അതിന്റെ എല്ലാവരും കൂടി ഒരുപാട് സംഭവം വരും. ഉണ്ടാക്കിയ ഭക്ഷണമാണ് കഴിക്കുന്നത്, അല്ലാതെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തതല്ല. അപ്പൊ ചിലപ്പം ഈ പറഞ്ഞ പോലെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാരും ചേച്ചിമാർക്ക് അവർക്ക് പറ്റണ പോലെ ഞാനൊക്കെ കുക്കിങ്ങിൽ വളരെ പരാജയപ്പെട്ട ഈ അങ്ങനെ ചെയ്യുന്നോണ്ട് ഒരു ഗുണം എന്താണെന്നറിയാമോ? ഇത് ഞാൻ പറയുന്നതല്ല, ഒരു മിക്ക ആൾക്കാരും പറയുന്ന, അതായത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ട് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ തോന്നും. ഇതേ ഡിഷ് തന്നെ അത് വേറെ ആള് വയ്ക്കുമ്പോൾ തോന്നും. അപ്പൊ ഇത്രയും ചേച്ചിമാര് പല വീടുകളിൽ നിന്ന് വെച്ചോണ്ടിരുന്ന പല വേറെ വെറൈറ്റി ഒരു ടേസ്റ്റ് കിട്ടും. അതും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു അങ്ങനെ. അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ, അപ്പൊ ഞാൻ എപ്പോഴും പറയും ഒരു ടുഗെദർനെസ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇല്ലാണ്ട് പോകുന്നതും അതാണ്. നമ്മൾ ഒന്നിച്ച് ഇരിക്കാനൊരു നമ്മളായിട്ട് ശ്രമിക്കാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഒരു 4 പേരുന്നാലും എല്ലാരും ഫോണില് അത്ര തന്നെ ഉള്ളൂ. ഒരു ചെറിയൊരു സമയം കിട്ടിയാലും ബസ്സിലിരിക്കുകയാണെങ്കിൽ പണ്ട് അങ്ങനെയല്ല, നമ്മൾ പുറത്തേക്ക് നോക്കും, കാഴ്ചകൾ എല്ലാം കണ്ട് ഒന്നുമില്ല. ഇപ്പൊ എല്ലാരും ഇതിലാണ് വേഗം വരിക, ഫോട്ടോ എടുക്കാൻ പോവാ. അത് വേറൊരു കാര്യം കൂടെ പറയണം കേട്ടോ, അത് പറയേണ്ടതാണ്. കാര്യം അതൊരിക്കലും ഈ എക്യുപ്മെന്റിന്റെ കുഴപ്പമല്ല, അത് പറയരുത്. എല്ലാരും പറയണം ഈ ഫോൺ വന്നതോടുകൂടിയാ എന്തുകൊണ്ട് മാറാൻ ശ്രമിക്കുന്നില്ല. നമുക്ക് മാറാലോ, നമുക്ക് ചിന്തിക്കാനുള്ള ഇത് എല്ലാം ഉണ്ട്. മനുഷ്യർക്ക് മാത്രമേ അതുള്ളൂ. ഫോണല്ല പ്രശ്നം. ഫോൺ എന്തുമാത്രം ഗുണമുള്ള കാര്യമാണ്, എന്തുമാത്രം പ്രയോജനമുള്ള കാര്യമാണ്. ഒരു ഫോൺ എന്ന് പറയുന്ന സാധനം മോശമല്ല, പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമ്മളാ തീരുമാനിക്കുന്നത്. ഇപ്പൊ നമ്മള് കോവിഡ് സമയത്ത് അക്കാഡമിക്സ് മുഴുവൻ ഫോണിലല്ലായിരുന്നു, ക്ലാസ്സുകൾ മുഴുവൻ ഫോണിലല്ല, ഇപ്പോഴും ഓൺലൈനിലാണ് പല സംഗതികളും നടക്കുന്നത്. ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട്, ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നല്ല കാര്യം. പക്ഷെ ഇതിൽ നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയും, നമ്മൾ ചില ഒരു അഫർമേഷൻ ഒക്കെ എടുക്കില്ലേ, നമ്മൾ ശരി 1 മണിക്കൂർ നമ്മൾ എന്തെങ്കിലും വായിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുക. കുക്കിംഗ് ആണോ കുക്കിംഗ് ചെയ്യുക, പാട്ടാണോ പാട്ട് കേൾക്കുക. ഇതിൽ നിന്നൊന്നും മാറി നിൽക്കുക. അത് ഇതിൽ ചെയ്യരുത്. ഫോണിൽ പാട്ട് കേൾക്കുക എന്നുള്ളതല്ല, നമ്മളത് അപ്പാർട്ട് ഫ്രം ദാറ്റ് അത് ചെയ്യുക. അല്ലെങ്കിൽ പാടാനാണോ ഇഷ്ടം പാടൂ, കുക്ക് ചെയ്യാനാണോ ഇഷ്ടം കുക്ക് ചെയ്യൂ. 1 മണിക്കൂർ ഇതിൽ നിന്നൊന്നും മാറി നിന്ന് നോക്കി, പക്ഷെ ഭയങ്കര രസമാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് ഈ ക്വീൻസ് ഒക്കെ സെറ്റ് ചെയ്തത്. 1 മണിക്കൂർ ഇതൊന്നുമില്ല, ഫോണൊന്നും എടുക്കാൻ പാടില്ല, അവിടെ പോയി നിൽക്കുക, വെറുതെ പഠിക്കുക, പാട്ടൊക്കെ പാടുക, ചെറിയ ഗെയിംസ് ഒക്കെ ഉണ്ട്. ആ ഗെയിമൊക്കെ കളിക്കുക, ചെറിയ സമ്മാനങ്ങൾ കിട്ടും. ഞങ്ങൾക്ക് 1000 രൂപ വെച്ചൊരു ചിട്ടിയൊക്കെ ഉണ്ട്. ചിലപ്പം 10-15 രൂപയൊക്കെ ഉണ്ടായിരുന്നു. അതൊരു സന്തോഷം. അങ്ങനെ നമുക്ക് ഒത്തുകൂടാൻ പറ്റുന്ന സമയത്തൊക്കെ ചെയ്യാം. അപ്പൊ കുറച്ചും കൂടെ രസമായിരിക്കും. അപ്പൊ എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റിയത്. എന്റെ പ്രേക്ഷകരോടൊപ്പം നിങ്ങളെ കൊണ്ടുവന്നില്ല, അതിൽ ഒരുപാട് സന്തോഷിക്കണം. അതിന് ഒരുപാട് താങ്ക്സ് പറയാണ് ഷൊറേറ്റിനോടും. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. ഞാനിപ്പോ വന്നേക്കുന്നത് ഇവരുടെ വീട്ടിലാണ് കേട്ടോ. ഇവരുടെ വീട്ടിൽ വന്നിരുന്ന് ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ആളുകളും കുറെ സംഭവങ്ങളൊക്കെ ആയിട്ട് വന്ന് ഇവരുടെ ഇടയിലേക്ക് ഇതായിട്ടിരിക്കുകയാണ്. ഇതിന് യൂസ്ഡ് ആണ്, അതുകൊണ്ടാണ് വിളിച്ചപ്പോഴേ വീട്ടിലോട്ട് പോന്നോളൂ. എല്ലാവർക്കും തോന്നോളൂ. എനിക്ക് റൂമൊക്കെ തുറന്നു നിൽക്കാണ്, ഡ്രസ്സൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്തായാലും സന്തോഷം. എനിക്ക് വീടൊക്കെ ഒന്ന് കാണിക്കാം, അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അതായത് ഇവിടെ ഇപ്പോൾ കാണുന്ന ചില കുറെ ക്രോക്കറീസ് ആയാലും ആന്റിക് സാധനങ്ങളായാലും പുരാവസ്തുക്കളാണ്. അതിപ്പോ പോളിഷ് ചെയ്ത് കുറച്ചൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. കാരണം അതേപോലെ പരസ്യം പോലെ പറയണോ, ഞങ്ങൾക്കും വയസ്സായി, വയസ്സായിട്ടില്ല, വയസ്സായി ഞങ്ങൾ അറിയിക്കാതെ എല്ലാം പോളിഷ് ചെയ്ത് പുതിയതിനേക്കാളും ഭംഗിയായിട്ട് വെക്കുന്നത്. കാരണം കിഷോറിന്റെ തറവാട്ടിന്ന് കൊട്ടാരത്തിൽ നിന്ന് ഞങ്ങൾ കുറെ ആന്റിക്സ്, അതപ്പോ ക്ലാവ് ഓടിച്ച് ഭയങ്കര മോശമായിട്ടൊക്കെ ഇരുന്നതാ, പൊട്ടിപ്പൊളിഞ്ഞ അലമാര. ഇതിന്റെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ആരോടും പറഞ്ഞില്ല. ഞാൻ പോയി തറവാട്ടിൽ നിന്ന് ഇതെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ട് എല്ലാം പോളിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ ഇവിടെ വന്നപ്പോൾ അമ്മ ഞെട്ടിപ്പോയി. കാര്യം അവരുടെ കുഞ്ഞുനാളിലുള്ള
ഇത് ഈ സാധനമില്ല, ഇത് എന്റെ അമ്മയുടെ ഒക്കെ കുഞ്ഞുനാളിലുള്ള അലമാരയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതിന്റെ ഇത് റണ്ണിങ് ഒക്കെ പോയി നശിഞ്ഞിരിക്കുവായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അതിന് താഴത്ത് കാല് വെച്ച് അതിന് ബുഷൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഇതിന്റെ ഗ്ലാസ് ഒക്കെ വെച്ച് റെഡിയാക്കി. അപ്പൊ ഇത് കഴിഞ്ഞ് ഇവിടെ വന്ന് അമ്മ കണ്ടപ്പോ ഉയ്യോ ഇതൊക്കെ എന്റെ, ഞാൻ പറഞ്ഞു ഇനി ചോദിക്കരുത്, തരത്തില്ല. ഇവിടെ വന്നാ കാണാൻ പറ്റും. ഇവിടെ കുറച്ച് ഇങ്ങനത്തെ ഇതൊക്കെ ഇങ്ങനത്തെ പഴയ സാധനങ്ങളൊക്കെ, പാല് തൂക്കുപാത്രങ്ങളൊക്കെ, ഇതൊക്കെ ശരിക്കും ആന്റിക് പീസുകളാണ്. ഇത് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുമ്പോ ഇത് ഞങ്ങള് പോളിഷ് ചെയ്യാൻ കൊണ്ടു കൊടുത്തേ. ഇത് മറ്റതിലുള്ളത്, അങ്ങനെ പേരുണ്ട്. ഇത് കിണ്ടിയില് ഇത് കണ്ട പേരൊക്കെ ഉണ്ട്. എന്റെ കുഞ്ചിക്കോലുമ്മ വക. അങ്ങനെ എന്താണെങ്കിലും ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഇത് പോളിഷ് ചെയ്യാൻ കൊടുത്തപ്പോഴേ ഭയങ്കര കോമഡി ഉണ്ടായി. അതായത് ഈ പുള്ളി ഇതിങ്ങനെ എടുത്ത് കുറെ നേരം നോക്കിയിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നു, പിന്നെ തുറന്നതൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇത് എവിടുന്നാ. ഇത് മാത്രമല്ല കുറെ സാധനങ്ങൾ, ഉരുളി അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഭയങ്കര വെയിറ്റ് ആണ്. ഇനി ഇവനെ എവിടെന്നെങ്കിലും ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് എന്റെ തറവാട്ടിൽ നിന്നാണ്. അല്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞല്ല, ഞാൻ വർഷങ്ങളായി നല്ല സാധനം പോളിഷ് ചെയ്ത് അപ്പൊ എനിക്കിത് പിടിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഇത് തൊടുമ്പോഴേ അറിയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കുറേ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന്, പിന്നെ പഴയ ട്രോഫികളൊക്കെ, അതേ പകുതി കൂടുതൽ സാധനങ്ങളെ ഞങ്ങള് കെട്ടി ചാക്കി കെട്ടി എന്റെ ഇതൊക്കെ എന്ന് പറഞ്ഞാലേ ഇതൊന്നും നമുക്ക് അങ്ങനെ ചാക്കി കെട്ടി വെക്കാൻ പറ്റില്ല. അതൊക്കെ ആൾക്കാർ കാണണം. അതെല്ലാം അതൊരു ചില സാധനങ്ങളോട് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് തോന്നും. ഇത് ഈ ഗണപതി, ഇങ്ങനത്തെ ഒരു ഗണപതി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇൻസ്ട്രുമെന്റൽ ഗണപതി, നർത്തന ഗണപതി നമ്മൾ കാണുന്നത് ദൃഷ്ടി ഗണപതിയാണ്. അത് ഗുരുവായൂർ നമുക്ക് ഇത് കിട്ടിയതാണ്. ഇത് നർത്തന ഗണപതിയാണ്, ഡാൻസ് ചെയ്യുന്ന ഗണപതി. അപ്പൊ ഇതൊക്കെ യുണീക് പീസസ് ആണ്. അപ്പൊ നമ്മള് അത് അങ്ങനെ ഒരു ഫാസിനേഷൻ തോന്നി. ഇതിങ്ങനെ കണ്ടപ്പോൾ വളരെ ഡിഫറെന്റ് ആണല്ലോ. ഇപ്പൊ ചിലപ്പോ പുസ്തകം വായിക്കുന്ന ഗണപതി, ഇങ്ങനെ ഉറങ്ങുന്ന ഗണപതിയൊക്കെ ഫണ്ണായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇതൊരു ഭയങ്കര ഒരു യുണീക്ക് ആയിട്ട് തോന്നി. അങ്ങനെ ഞങ്ങള് വാങ്ങിച്ചതാണ്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ കാണാത്തതായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. അത് ഈ വീട്ടിൽ വരുന്ന ചെറുപ്പക്കാർക്കും ഇപ്പോഴത്തെ ജനറേഷൻ കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ ഇവർക്കൊക്കെ. ഇത് അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതും എടുത്തോണ്ട് വന്നത്. ഒരെണ്ണം എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ. കുറെ ഞാൻ അന്വേഷിച്ചു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തറവാട്ടില്. പക്ഷെ ഒരെണ്ണം കിട്ടി, അത് എടുത്തു. പഴയ ഇത് ശരിക്കും കുമാരസംഭവം കഥ എഴുതിയിരിക്കുന്നതാണ്. പക്ഷെ ഇത് നമുക്ക് വായിക്കാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. പഴയ ലിപിയാണ്. കാക്കൂക്കി എന്നൊക്കെ പറഞ്ഞ കാക്കൂക്കി എന്നൊക്കെ വായിക്കാൻ പറ്റും. പ്രപഞ്ച ശ്രമിച്ചാ നടക്കും. മലപ്രവാളായിരിക്കും മിക്സ് ചെയ്ത്. പ്രപഞ്ച പിന്നെ വായിക്കാൻ പറ്റുള്ളൂ. ഇവ അത് വായിക്കാൻ പറ്റും. അതാ എല്ലാം അങ്ങനെയാണ് ഫുള്ള്. കണ്ടോ അന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇതൊക്കെ ഞാൻ പറയായിരുന്നു, ഇത് എഴുതണമെങ്കിൽ എന്ത് പാടായിരുന്നു. ഇവിടെ പുസ്തകം ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ട് ആൻസർ എഴുതാൻ പറ്റുള്ള പരീക്ഷയ്ക്ക്. പിന്നെയാണ് ഇനി ഓലയില് നാരായം കൊണ്ടൊക്കെ നടപടിയുള്ള. കാരണം കീറി പോകാൻ പാടില്ല. കുമാരസംഭവമാണ് കഥ. അപ്പൊ അങ്ങനെ കൊറേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ചിലര് ഈ പറഞ്ഞ ജാതകങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്നും നമ്മൾ കോമഡി ഉണ്ട്. അതായത് പണ്ട് ഇതിങ്ങനെ അവിടെ ഇരിക്കുന്നപ്പോ ഞാൻ വീട്ടിലിങ്ങനെ എന്റെ ഗ്രാൻഡ് മദർ പറയുന്നു, പണ്ട് പേടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇതെടുത്ത് പിള്ളേർക്ക് ഇത് എടുത്ത് കളിക്കാനുള്ള സാധനമല്ല ശരിക്കും. ഇത് ചിലതിൻ്റെ അകത്ത് നാമജപം അപ്പൊ പിള്ളേരെടുത്ത് കളിക്കരുതെന്നുള്ള പണ്ട് പറയണെന്ന് അറിയുമോ, യക്ഷി വരുമെന്ന് പറയും. എനിക്ക് മനസ്സിലേക്ക് വന്നു. ആ പാത്രം ഇല്ല, തൂക്കുപാത്രം. പണ്ട് സിനിമയിലൊക്കെ ആ പാത്രമാണ്. അപ്പൊ ഇത് ശരിക്കും പണ്ട് ഇങ്ങനെ പറഞ്ഞ് ഒരുപാട്. ഇപ്പൊ ഇത് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെ വീട്ടിലൊക്കെ സ്ഥിരം പറയായിരുന്നു ഇത് എടുത്താൽ യക്ഷി വരും, എടുക്കരുത്, അതെടുത്ത് വായിക്കാൻ പാടില്ല. അവിടെ വായിക്കാൻ ഇപ്പൊ നോക്കിട്ട് പറ്റില്ല, വായിക്കാൻ പറ്റും. അക്ഷര വിദ്യാഭ്യാസം മാത്രം പോരാ, കുറച്ച് ക്ഷമയും കൂടെ വേണം. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞങ്ങളുടെ സിൽവർ പ്ലേ ബട്ടൺ അവാർഡുകള്, പിന്നെ ജീവൻ ടിവിയിലെ അവാർഡുകള്, ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി അകത്തോട്ട് കയറിയാൽ ഇതിനൊക്കെ വലുത് കാണാൻ പറ്റും. ഇതിലും വലിയ ഷോറൂമാണ്. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ചെറുതാന്ന് തോന്നും, പക്ഷെ അകത്ത് കയറിയാൽ വളരെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇഷ്ടമുള്ള എടുത്തോണ്ട് പോകരുത്, അത് ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഇവിടെ ഇത് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരുന്ന ഭാവന എന്ന് പറഞ്ഞ സീരിയലിന്റെ 1000 എപ്പിസോഡ്സ് ആയിരുന്നു. നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള സീരിയലുകള്, സിനിമകള്, സ്വന്തം മാളൂട്ടി AVMന്റെ ഒരു സീരിയലിന്റെ ഉണ്ടായിരുന്നു. പിന്നെ പുരസ്കാരങ്ങൾ, രമേശ് പിഷാരടിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വൺസ് അപ്പോൺ എ ടൈം. അതിലൊരു എക്സലൻസ് അവാർഡ് കിട്ടിയത്. പിന്നെ ഒരു നാട്യചാരിതാ പുരസ്കാരം. അങ്ങനെയുള്ള ചാക്യാർ കൂത്ത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് എൻ്റെ മാഷാണ്, മാർഗി മത്തു.
അതായത് നോർമലി നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഫ്ലോറുകൾ ഉണ്ടല്ലോ, കൂടുതൽ എ സിയിലാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെയാണ് ഞങ്ങൾ ഇവിടെ എ സിക്കകത്താണ്. ഞങ്ങളുടെ ഫ്ലോറും എ സി ആണ്, നാച്ചുറൽ ആയിട്ടുള്ള എ സി. ഈ ജയിലിൽ നമുക്ക് എപ്പോഴും കയറാം, തുറന്നു കിടക്കുകയാണ്. ജയില് പൊളിഞ്ഞിരിക്കുകയാണ്, സൂക്ഷിച്ചു വേണം. അടിപൊളി ഫ്ലോർ. ഇതാണ് ഞങ്ങളുടെ ഫിലിം സിറ്റിയാണ്. ഞങ്ങൾ കൊണ്ടാടിയത് ഇവിടെയാ, കൊണ്ടാട്ടം. ക്യാമറമാൻ അവിടെ നിൽക്കുന്നു, ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ കൊണ്ടാട്ടം. തിരുമല മുരുകനിക്ക്. അതെ, അത് പക്ഷെ ഇപ്പൊ വരൂല, അതാണ് പ്രശ്നം. അങ്ങനെ കളിച്ചാൽ ഇപ്പൊ പൊളിയത്. ആ റീല് ചേട്ടൻ തൂങ്ങി മരിക്കും. ഇപ്പൊ കളിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ അതിനുള്ളൊരു മൂഡ്, ശരിക്കും പറഞ്ഞാൽ അതിന്റെ മൂഡിലേക്ക് 2 സ്റ്റെപ്പ് ഒന്ന് കാണിച്ചേ. 2 സ്റ്റെപ്പ്. തിരുമല മുരുകനിക്ക് കൊണ്ടാടിയ പോലെ. നമുക്ക് അങ്ങനെ ഇല്ല. നമ്മളോട് കളിക്കാൻ പറഞ്ഞു, എന്തെങ്കിലും കളിക്കാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും കളിച്ചു. മറ്റേ സ്റ്റെപ്പ് ഹുക്ക് കളിക്കാനാ പറഞ്ഞത്. അത് പറ്റൂല. ഹുക്ക് കളിക്കണം. എന്നിട്ട് അവസാനം എന്നെ താഴെ കൊണ്ടുപോയി ഹുക്കിൽ ഇങ്ങനെ തൂക്കി വേർത്ത് കുളിച്ചിട്ട്. കാരണം 20 ടേക്കിനുള്ള സമയം നിങ്ങൾ ഞങ്ങൾക്ക് തരില്ല, അതുകൊണ്ട് ഞങ്ങൾ ഹുക്കില്ല. പിന്നെ വളരെ പ്രശസ്തമായ ഡാൻസ് അപ്പുറത്താണ് പറഞ്ഞത്. മറ്റേ ഇങ്ങനെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, അതെന്തായിരുന്നു? കമോൺ കമോൺ കലാവതിയല്ല, മറ്റേ അജിത്തിന്റെ ഒരു പടത്തിന്റെ പാട്ടുണ്ടല്ലോ, അത് ചെയ്തു. പറഞ്ഞത് അപ്പുറത്താണ്. കൊണ്ടാട്ടം പറഞ്ഞ സ്ഥലമാണ്, അപ്പുറത്താണ് മറ്റേ സവരീക്ക പറഞ്ഞത്. ഇവിടെ എന്നിട്ടാണ് നിങ്ങൾ അപ്പൊ ആരുടെയും ഒരു ശല്യമില്ല, ഒന്നുമില്ലാതെ. അല്ല, ഞങ്ങൾ ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോകും. അല്ല, ഞങ്ങളുടെ ശല്യം കാരണം. അതാണ്, നമ്മളാണ് ശല്യം, അവരാരും നമുക്ക് ശല്യം. അവിടെ ഇവിടെ നടക്കാനൊക്കെ ചേച്ചിമാരും പിള്ളേർ ഇവിടെ വന്ന് കളിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങള് ക്യാമറ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പോവാം. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ ഇവിടെ റീൽ ചെയ്യണം. അപ്പൊ എനിക്ക് ഒരാഗ്രഹമുണ്ട്. ഈ ഓണമല്ലേ, നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല ഇതായിട്ട് നിൽക്കുന്നു, ചേട്ടൻ നല്ല പാട്ടൊക്കെ പാടുന്നു. അപ്പൊ ഒരു പാട്ട് പാടിയിട്ട്, നിങ്ങൾ സാധാരണ പാട്ടൊക്കെ ഇട്ടിട്ടാണ് കളിക്കുന്നത്, ചേട്ടൻ പാട്ട് പാടാം. ചേച്ചി കളിക്കാം, ഞാനിത് കണ്ടു നിൽക്കാം. എന്നിട്ട് നമുക്ക് റീച്ച് മേടിക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ നല്ല റീച്ച് ഐഡിയ. നമുക്ക് ഈ മറ്റേ റാം ജോറോ സ്പീക്കിംഗ് സിനിമയിലെ ഇന്നസെന്റ് ഏട്ടൻ ചോദിക്കുന്ന പോലെ മറ്റേ എടുത്തല്ല, അതുപോലെ ഞാനൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് ഈ ഓണമാണല്ലോ, ഈ ഓണത്തിന്റെ ഇടയ്ക്ക് കൂടെ നമുക്കൊരു വിഷു കയറ്റിയാലോ? വിഷു റംസാൻ അപ്പൊ പാടട്ടെ. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. തങ്കത്തേരിലേറും കുളിരന്തിത്താരകങ്ങൾ വരവർണ്ണ ഗീതരാജിയായി. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂപ്പൊലിയായി. അടിപൊളി അടിപൊളി. പറഞ്ഞപ്പോ തന്നെ ഡാൻസ് ചെയ്തു, പറഞ്ഞപ്പോ തന്നെ പാട്ടും പാടി. ഞങ്ങൾ അങ്ങനത്തെ പണിക്കാരാ. ഞങ്ങൾ എല്ലാ പണിയും ചെയ്യും. അതായത് എല്ലാ പണിയും ചെയ്യില്ല, അറിയാവുന്ന പണി അത്യാവശ്യം വൃത്തിക്ക് ചെയ്യും. അതാണ് കാര്യങ്ങള്. അപ്പൊ കലാകാരന്മാരെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ, നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ കലാകാരൻ, നമുക്ക് ഇതാണ് നമ്മുടെ ജോലി, ഇത് നമ്മളങ്ങ് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ അത് ചെയ്താൽ എങ്ങനെ ഇരിക്കുക അത് ചിന്തിക്കരുത്. ഇപ്പൊ ഞാനോട് കളിക്കാൻ പറഞ്ഞു, എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ കളിച്ചു. അതിന് ഗോഷ്ടിയായിരിക്കും, എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഞാൻ കളിക്കും, അത് വേറെ കാര്യം. അല്ല, ഒരു 2 മിനിറ്റ് ഇബ്രോ നോക്കുകയാണെങ്കിൽ ഇബ്രോനെ കൊണ്ട് ഞാൻ ഡാൻസ് കളിക്കും. എന്നെ ഡാൻസ് പഠിപ്പിച്ച തീർന്ന്. അത് അങ്ങനെയാണെങ്കിൽ ശരിയാക്കി. ഒരു മിനിറ്റ്, ഒന്നും വേണ്ട, ലെഫ്റ്റ് റൈറ്റ് അറിയാമല്ലോ. ഓക്കെ, 1 2 അപ്പൊ 1 2 നമ്മൾ ഒന്നിച്ചേ. റെഡി 2 3 സ്റ്റാർട്ട്. 1 2. ഇത് കളിക്കാൻ അറിയാൻ വയ്യെങ്കിൽ 1 2 1 2. ഇനി ഇങ്ങനെ പിടിച്ചേ. കാറ്റ് കൊട്ടേ, കാറ്റ് നിറയ്ക്കൂ, കാറ്റ് നിറയ്ക്കൂ, കാറ്റ് നിറയ്ക്കൂ. ഇത്രയുള്ള സംഭവം. മറ്റേ മാങ്ങാപറി ചെളിക്കുത്ത്, മാങ്ങാപറി ചെളിക്കുത്ത്. താങ്ക് യു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഡാൻസ് പഠിപ്പിച്ചെന്ന് വീട്ടിൽ ചെല്ലുമ്പോ. ഇനിയിപ്പോ അടുത്തതായിട്ട് ഇബ്രു എങ്ങനെയാ ഡാൻസിന് ചാർജ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. പിന്നെ ഇതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറയുമ്പോൾ,
നമ്മളെ സംബന്ധിച്ചല്ല, ഇബ്രുവിനെ സംബന്ധിച്ചൊരു സന്തോഷമുണ്ട്. എന്താ ഇപ്പം വളരെയധികം സന്തോഷത്തിലാണ് നിൽക്കണേ. ഡാൻസ് കളിച്ചതിനല്ല, ഈ മുണ്ടൊന്ന് കാണിക്കാൻ പറ്റി. ഈ മുണ്ട് കാര്യം ഇതിന്റെ ഏറ്റവും വലിയ കോമഡി വന്നപ്പോ ജീൻസ് ഒക്കെ ഇട്ട് വന്നിട്ട് എനിക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ചേഞ്ച് ചെയ്യാം, ചേഞ്ച് ചെയ്താൽ അപ്പം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇന്റർവ്യൂവിന് ചില സ്ത്രീകൾ വരും, കുട്ടികൾ വരും, പെൺകുട്ടികൾ. അവർ ട്രാവൽ ചെയ്ത് വരുന്നുണ്ട്, അവർ നല്ല വേഷത്തിലൊന്നും ആയിരിക്കില്ല വരുന്നത്, നോർമൽ ഒരു ജീൻസും ടോപ്പൊക്കെ ഇട്ട് വരും. പിന്നെ അവർ നമ്മുടെ ഇന്റർവ്യൂവിന് നമ്മൾ റൂം തുറന്നു കൊടുക്കും, അവരോട് മേക്കപ്പ് ചെയ്യും, വരും. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അങ്ങോട്ട് പോയ ആളല്ല ഇങ്ങോട്ട് പറഞ്ഞ് ഇങ്ങനെ വരും, റോബോട്ട് നടക്കണ പോലെ. എനിക്ക് നടക്കാൻ പറ്റില്ല. മുണ്ട് ചെലങ്ക കെട്ടി ഓടി ഓടി എന്ന് പറഞ്ഞ പോലെ നടക്കാൻ പറ്റില്ല. ഞാൻ ഈ മുണ്ടുള്ളൊരു പരിപാടി. എന്നിട്ട് ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാ ഫേസിൽ ശരിക്കും ഞങ്ങൾക്ക് ഫീൽ ഞാൻ ആദ്യം നോക്കിയപ്പോ ഇരുന്നൊക്കെ ചെയ്തപ്പോ ഇനി എങ്ങാനും ടെറസ് ഇനി ഇവര് കാണിക്കണ്ടെന്ന് പറയോ, അത് ഞങ്ങളുടെ സീക്രട്ടാണ് എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെ ഈ മുണ്ട് കാണിക്കും എന്ന് ചിന്തിച്ചിരുന്നപ്പോ അത് കറക്റ്റ് ആയിട്ട് ഒരു തമ്പ് കണ്ടന്റും ആയിട്ടുണ്ട്. എനിക്കിപ്പം ബലമായ സംശയമുണ്ട്, ഈ മുണ്ട് കാണിക്കാനാണോ നമ്മളെ എപ്പിസോഡ് സംശയം. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് നേരെ താഴത്തോട്ട് തന്നെ പോവാം. ഓക്കെ. അപ്പൊ എന്താണെങ്കിലും വീട് കണ്ടു, ഒരുപാട് മെമന്റോസ്, അതുപോലെ ട്രോഫികൾ, ഇതെല്ലാം കണ്ടു. 1% ഉള്ളൂ. 1% കേറി വന്നപ്പോ തന്നെ ഒരു ഇത് ഇരിക്കുന്നു. എന്ത് രസാ അതൊക്കെ എല്ലാം. ഇതൊക്കെ ആരും ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് എല്ലാ സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കൊറേയൊക്കെ ഞങ്ങള് പാക്ക് ചെയ്ത് മാറ്റി, വയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് കൊറേയൊക്കെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുന്നു. കാരണം ഇങ്ങനെ വേണം ഒരു വീട് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടെറസ് കണ്ടു, നിങ്ങളുടെ ഷൂട്ട് ചെയ്ത ടെറസ്. അവിടെ ഇരുന്നിട്ടാണ് ഇവര് ഷൂട്ട് ചെയ്തത് കേട്ടോ. ഞങ്ങളുടെ ഫിലിം സിറ്റിയാണോ? ഫിലിം സിറ്റി. ഇനി ആരും ഒന്നും പറയരുത്, ഇത് എക്സ്ക്ലൂസീവ് ആണ്. ഇത് വേറെ ആർക്കും കിട്ടാത്ത ഒരു സംഭവമാണ് ഞാൻ ഇന്ന് കാണിച്ചേക്കണത്. ഹിറ്റായ റീൽസൊക്കെ പിറന്നു എന്നുള്ളൊരു സംഭവമാണ്. അങ്ങനെ എന്റെ മുണ്ട് കാണിക്കാൻ പറ്റി. ഞാനുള്ള മുണ്ട് എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു, അതും എനിക്ക് കാണിക്കാൻ പറ്റി. പിന്നെ ഇവര് ഡ്രസ്സ് ചെയ്ത് നിന്നതൊക്കെ എനിക്കൊന്ന് കാണിക്കാൻ പറ്റി. നമ്മൾ ഇരുന്നാണല്ലോ എല്ലാം ചെയ്തത്. അപ്പൊ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. എന്താണ് ഈ ഓണത്തിന് നിങ്ങളുടെ വക നമ്മുടെ അതായത് ലോക മലയാളികൾക്ക് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റ് പറഞ്ഞു? ഗിഫ്റ്റ് എന്ന് പറയാൻ ഒന്നുമില്ല. കാരണം ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം വിഷമങ്ങൾ എല്ലാവർക്കും വരും. ഇപ്പോൾ ഒരു ആഘോഷം എന്ന് മാത്രമല്ല, ഇപ്പോൾ ഓണമായി എന്നാൽ സന്തോഷിക്കാം, അങ്ങനെയല്ല. കിട്ടുന്ന അവസരങ്ങൾ, കാരണം നമ്മുടെ മൊമെന്റ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ മൊമെന്റ്സ് മാത്രമേ നമുക്ക് സ്വന്തമായിട്ടുള്ളൂ. അപ്പം അത് മാക്സിമം സന്തോഷമായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഏറ്റവും അധികം ഇപ്പോൾ മുൻഗണന കൊടുക്കേണ്ട ഒരു സംഗതി ആരോഗ്യം തന്നെയാണ്. അത് നമ്മൾ ഒരുപാട് വർഷങ്ങൾ കാലാവസ്ഥ മാറി മാറി വരുന്നു, ഒരുപാട് അസുഖങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ആരോഗ്യം ശ്രദ്ധിച്ച് സന്തോഷമായിട്ട് നല്ല ഭക്ഷണം കഴിച്ച് നല്ല ആൾക്കാരുടെ കൂടെ സഹവസിച്ച് നല്ല നല്ല റീൽസുകളെല്ലാം കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് പാട്ടുകളൊക്കെ കേൾക്കുക, എല്ലാം കണ്ട് സന്തോഷത്തോടു കൂടി സന്തോഷത്തോടു കൂടിയായിരിക്കുമല്ലേ നമ്മുടെ റീൽസ് ഒക്കെ കാണാൻ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ ഒരു പാട്ട് പാടി നമുക്ക് അതിന്റെ ആറന്മുള പള്ളിയോട മാർപ്പുവിളി വള്ളംകളി അക്കരയും ഇക്കരയും ആൾത്തിരക്കിൻ പൂരക്കളി. ആറന്മുള പള്ളിയോട മാർപ്പുവിളി വള്ളംകളി അക്കരയും ഇക്കരയും ആൾത്തിരക്കിൻ പൂരക്കളി. അമരത്തിരുന്നു ഞാൻ തുഴതുഴഞ്ഞേറവേ, അമരത്തിരുന്നു ഞാൻ തുഴതുഴഞ്ഞേറവേ, അന്നക്കിളി നിന്നെ കണ്ടു നെഞ്ചിലല്ലി പൂവമ്പു കൊണ്ടു. അന്നക്കിളി നിന്നെ കണ്ടു നെഞ്ചിലല്ലി പൂവമ്പു കൊണ്ടു. ആറന്മുള പള്ളിയോട മാർപ്പുവിളി വള്ളംകളി അക്കരയും ഇക്കരയും ആൾത്തിരക്കിൻ പൂരക്കളി. ഓക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഈ ഓണം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവർ പറഞ്ഞ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് കാര്യത്തിനും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവർ പറഞ്ഞത്, കുറച്ച് സമയമെങ്കിലും നമ്മൾ കൂട്ടുകൂടി ഒത്തൊരുമയോട് കൂടി ജീവിക്കണം എന്നാണ് ഇവർ പറഞ്ഞ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം. എന്താണെങ്കിലും ഈ സന്തോഷത്തിൻ്റെ ഒരു ദിവസത്തിൽ വേറെ ഒന്നും എനിക്കിനി പറയാനില്ല. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തൽക്കാലം ഇവിടെ പറയുന്ന നിങ്ങളുടെ സ്വന്തം ഇബ്രു.